ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. സ്തോത്രം. ചില ആഴ്ചകൾക്ക് ശേഷം, ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മളെ ദൈവം ഒരുമിച്ച് കൂട്ടിവരുത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ദൂത്, സ്തോത്രം, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം ബലപ്പെടുത്തിയ, ഏറ്റവും ശക്തിപ്പെടുത്തിയ ദൈവാത്മാവ് തന്ന ഒരു ദൂതാണ് ഇന്ന് നിങ്ങളോട് മുമ്പാകെ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആരെങ്കിലും ദൈവവചനം വായിച്ച് എന്നെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 13 വാക്യവും 14 വാക്യവും വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 13, 14 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കാൻ ഓർപ്പിക്കുന്നു. ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 13, 14 വാക്യങ്ങളാണ്. ഇവിടെ പൗലോസിന്റെ ഒരു പ്രസ്താവനയാണ് നമ്മളിവിടെ കാണുന്നത്. ആമേൻ. ദൈവവചനത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അപ്പോസ്തലനായ പൗലോസാണ്. സ്തോത്രം. അതിന് നമ്മുടെ ജീവിതത്തിൽ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, മറ്റുള്ളവർക്കില്ലാത്ത അസാധാരണമായിരിക്കുന്ന എന്തോ നമ്മളെ തേടി വരുന്നു എന്നുള്ളത് അതിന്റെ അർത്ഥം. ആമേൻ. സാധാരണ വ്യക്തികൾക്കില്ലാത്ത വെല്ലുവിളി പൗലോസിനുണ്ടായിരുന്നു. സ്തോത്രം. പരിശോധനകൾ പൗലോസ് അനുഭവിച്ചു. കാരണം പൗലോസിൽ കൂടെ വെളിവരാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അസാധാരണമായിരിക്കുന്ന സ്തോത്രം വിടുതലുകൾ നടക്കണമെങ്കിൽ അസാധാരണമായ പ്രതിസന്ധികളിൽ കൂടി നീ കടന്നു പോകേണ്ടതായിട്ട് വരും. ആമേൻ. മറ്റുള്ളവർ നേരിട്ടിട്ടില്ലാത്ത പരീക്ഷ നിനക്കുണ്ടെങ്കിൽ ഓർത്തോണം, മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത ഉയർച്ചകൾ നീ പ്രാപിക്കും. ആമേൻ. യോബിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്കില്ലാത്ത വെല്ലുവിളി യോബ് നേരിട്ടു. അതുപോലെ ഒരാൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ യോബിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഏത് തകർന്നവനും സ്തോത്രം നല്ല ഔഷധമാണ് ആ ലേഖനം. അങ്ങനെ ആണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, പൗലോസിന്റെ ഭാഷയിൽ, നിങ്ങൾ ഇന്ന് എനിക്കെതിരെ ഉണ്ടാക്കുന്ന അന്യായങ്ങൾ നിങ്ങൾക്ക് തെളിയിക്കാൻ ഒക്കത്തില്ല. കൃപയുള്ളവനെതിരെ വേണ്ടാത്ത ഗൂഢാലോചന ഉണ്ടാകും. വാക്തത്വമുള്ളവനെതിരെ സ്തോത്രം അവനെ തകർക്കുവാനുള്ള വെല്ലുവിളി ഉണ്ടാകും. പക്ഷേ അവനറിയാം, എന്തൊക്കെ വെല്ലുവിളി വന്നാലും ഞാൻ വെളി വന്നിരിക്കും. ആടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ തകർച്ചകൾ വന്നാലും, ഏതൊക്കെ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടാലും വാക്തത്വമുള്ളവൻ കയറി വന്നിരിക്കും. കാര്യം അവനെ വിളിച്ചൊരു ദൈവം ഉയരത്തിലുണ്ട്. സ്തോത്രം. ആമേൻ. സിംഹത്തിന്റെ ഗുഹ ഒരു മനുഷ്യനും കിടന്നൊരു ചരിത്രമില്ല. കിടന്നവൻ മടങ്ങി വന്നിട്ടില്ല. പക്ഷെ വാക്തത്വമുള്ളവൻ അതൊരു വിഷയവുമല്ല. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്ന ചിലരോട്, നിങ്ങൾ പോകുന്ന വെല്ലുവിളികൾ അസാധാരണമാണെങ്കിൽ നിങ്ങൾ വെളിയിൽ വരുമ്പോൾ ലോകം അസാധാരണമായി നിങ്ങളെ കൂടി കാണാൻ പോകുക. ആമേൻ. സ്തോത്രം. അസാധാരണമായിരിക്കുന്ന ശുശ്രൂഷകൾ, അസാധാരണമായിരിക്കുന്ന ഭാവി, അസാധാരണ സാമ്പത്തിക വിടുതലുകൾ, നീ പോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് വെളിക്കൊണ്ട് ദൈവം നിന്റെ കൈ നൽകാൻ പോകുക. ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചില വിശ്വാസികളെ, എല്ലാവരെയും അല്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഭയങ്കര വാക്തത്വം ദൈവം കൊടുക്കും. സ്തോത്രം. പിന്നെ അവരെ കാണത്തില്ല. പിന്നെ കേൾക്കുന്ന അവരെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. പിന്നെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കും. അവർക്കെതിരെ മാസികകൾ എഴുതും. അവർക്കെതിരെ വേണ്ടാത്ത ദുഷ്പ്രചരണങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരു ദിവസം കേൾക്കും അവർ രാജാവായി മാറിയെന്ന്. അങ്ങനെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അവിടെ ലെവല് മാറിയെന്ന്. പിന്നെ പണ്ട് പറഞ്ഞവരെ ഒന്നും പൊടി പോലും കാണത്തില്ല.
അവിടെ തലമുറകളുടെ പൊടി കാണത്തില്ല. ഈ ആരോപണം കേട്ടവൻ കയറി വരും. ദൈവാത്മാവ് പറയുക, പൗലോസ് പറയുന്നു, എനിക്കെതിരെ നിങ്ങൾ എന്നാ ആരോപണം പറഞ്ഞാലും അതൊന്നും തെളിയിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തെന്നറിയാമോ? നീ പറയുന്നതല്ലേ കള്ളമാ. ദൈവാത്മാവ് ദൂത് പറയുന്നു, കള്ളങ്ങൾ കേട്ട് നിന്റെ വിശ്വാസം കളയരുത്. നിന്നെ കുറിച്ച് വേണ്ടത് അപവാദങ്ങൾ കേട്ട് നീ വിശ്വാസം വിട്ടുപോകരുത്. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാൻ ദൈവം ചിലർ അഭിഷേകം ചെയ്യുകയാ. ഞാൻ കുറെ ഭാഗം എന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് കൂടി പറയുക കേട്ടോ. സ്തോത്രം. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ ആദ്യം ഒരു പ്രവാചകൻ എന്നോട് പ്രവചിച്ച ഒരു പ്രവചനം ഞാൻ ഓർക്കുക. എന്തെന്ന് വെച്ചാൽ, സ്തോത്രം, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തും, പക്ഷേ അതൊന്നും നീ കേൾക്കണ്ട. നിന്റെ ചെവിയിൽ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു. അത് കേട്ടപ്പോൾ കേൾക്കാൻ നല്ല സന്തോഷമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളോട് കൂടെ സ്തോത്രം പറയും. വന്നിരിക്കുന്നവരെല്ലാം ഹല്ലേലൂയ പറഞ്ഞു. പക്ഷെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റ ഒരുത്തിന് കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ വെല്ലുവിളികളുടെ കാലഘട്ടമായിരുന്നു. ഞാൻ ഇന്നും എൻ്റെ 15ാമത്തെ വയസ്സിലാണ് പ്രവചനം പറഞ്ഞത്. ഇന്നും ഞാൻ മറക്കത്തില്ല. കാര്യം എന്തെന്നറിയാമോ? ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആലോചനയായിരുന്നു അത്. സ്തോത്രം. ഏകാന്തമായ വഴികളിൽ കൂടെ ആരും കൂടെയില്ലാതെ ദൈവവചനവും എടുത്ത് സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. ഒരു സ്ഥലത്തും വചനം പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. ഒരു പാട്ടുകാരൻ പാടി, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. പോക്കറ്റിൽ 5 പൈസ ഇല്ലാതെ ആരും കൂടെയില്ലാതെ നടന്ന കാലഘട്ടങ്ങളിൽ ഞാനൊരു ദൈവശബ്ദം കേട്ടു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നീ സ്തോത്രം. ഇന്ന് പാൽക്കര പരിശുദ്ധമ പറയുക, ഒരു നാളും കൈവിടത്തില്ലെന്ന് വാക്ക് പറയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. ആമേൻ. പൗലോസിന്റെ ജീവിതത്തിൽ ദമസ്കോസിൽ വെച്ച് പൗലോസ് ഒരു ദൈവശബ്ദം കേട്ടതാ. അവനോട് കൂടെയുള്ളവരെല്ലാം ഒരു മുഴക്കം കേട്ടതല്ലാതെ എന്താന്ന് മനസ്സിലായില്ല. ചിലർ പള്ളിയിൽ വരുന്നത് മുഴക്കം കേൾക്കാനാ, പക്ഷെ വിളിയുള്ളവൻ മുഴക്കമല്ല കേൾക്കുന്നത്. എന്താണെന്നറിയാമോ? വിളിയുള്ളവൻ വ്യക്തമായി കേൾക്കാൻ പോകുകയാ. ചിലർക്ക് മീറ്റിംഗുകൾ ഒരു മുഴക്കമാ, ചിലർക്ക് ആരാധന ഒരു മുഴക്കമാ, പക്ഷെ വിളിയുള്ളവൻ ഒരു മുഴക്കമല്ല, അതവന്റെ ഭാവിയിലേക്കുള്ള വാതിലുകളാ. ചിലരോട് ദൈവാത്മാ പറയുക, നിന്റെ ഭാവിയിലുള്ള വാതിലുകളെ നീ സന്തോഷത്തോടെ കാണാൻ പോകുക. നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലല്ല, തുറക്കപ്പെടുന്ന വാതിലുകൾ നീ സന്തോഷത്തോടെ കാണാൻ പോകുക. കൂടെയുള്ളവരെല്ലാം മരവിച്ച് നിന്നപ്പോൾ പൗലോസിന്റെ കണ്ണിന് മാത്രം കാഴ്ച നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യം കടന്നു വരുമ്പോൾ ചിലതെല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നും. സ്തോത്രം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ദൈവാത്മ പറയുക, നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. നീ അനേകർക്ക് വിളവായി മാറാൻ പോകുക. അനേകർ നീ നിമിത്തം രക്ഷപ്പെടാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇവിടെ പറയുന്നു, പൗലോസ് വളരെ കോൺഫിഡൻസോടുകൂടെ അവിടെ എഴുന്നേറ്റ് നിന്ന് പറയുക, ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിക്കാൻ അവർക്ക് കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. വേണമെങ്കിൽ കോർട്ടിൽ കൊണ്ടായാൽ അവിടുത്തെ വക്കീൽ പണിയെടുക്കാൻ പൗലോസിനെ കൊണ്ടുവെക്കും. കാരണം 1ാം തരം കോളേജിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയാ. ആ കാലഘട്ടത്തിൽ ആരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, സ്തോത്രം, ആരോഗ്യമുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നീ ഒന്നും മുട്ടി എന്നോട് ജയിക്കാൻ ഒക്കത്തില്ലെന്ന്. കാരണം എന്താണ്? നിയമവശങ്ങൾ അറിയാം. അടുത്ത പദം, എന്നാൽ ഞാൻ ഒന്ന് സമ്മതിക്കുക. എന്നാന്നറിയാമോ? മതഭേദം എന്നിവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു. തന്റെ വിശ്വാസത്തിൽ കോംപ്രമൈസ് ഇല്ല കേട്ടോ. പ്രതിസന്ധിയുടെ നടുവിൽ പൗലോസ് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. ഈ അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? നോ കോംപ്രമൈസ് എന്ന. ആരുടെ മുമ്പിൽ അടിയറവ് പറയാനല്ല ഞാൻ മീറ്റിങ്ങിന് കയറിയത്. ആരോ എന്നെ പരിഹസിക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ മുൻപാകെ, സ്തോത്രം, ഞാൻ നിർത്തിക്കളയാനല്ല വേല തുടങ്ങിയത്. ഞാൻ കത്തിപ്പടരാൻ പോകുകയാ. അകത്തളത്തിൽ അഭിഷേകം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചിലരൊക്കെ വിട്ടുപോയേക്കാം, പക്ഷെ നിന്നെ ദൈവം വിളിച്ചതുണ്ടല്ലോ കത്തിക്കേറാനാ. പൗലോസ് പറയുക, ഞാൻ ചിലതെല്ലാം സമ്മതിക്കാം. സമ്മതിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ അനുസരിക്കും എന്നുള്ളതാണ് ഞാൻ സമ്മതിക്കുന്നത്. എന്റെ വിശ്വാസം കളയത്തില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നത്. അല്ലാതെ നീ പറയുന്നത് പോലെ എന്റെ ദൈവത്തെ തള്ളിപ്പറയാനല്ല. ആമേൻ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഇവിടെ പറയുക കേട്ടോ, ഈ വചനത്തിന്റെ മധ്യത്തിൽ ഭയങ്കര ആഴമേറിയ മർമ്മങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം.
സ്തോത്രം. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ 4 വാക്യങ്ങളാണ് ഇന്നത്തെ മുഴുവൻ മെസ്സേജ്. പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിൽ ചില കാലങ്ങൾക്ക് മുമ്പാകെ ഏൽപ്പിച്ചൊരു മെസ്സേജാണ്. ഇതിൽ നിന്നും സ്തോത്രം ഭയങ്കര മർമ്മങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവൃത്തി 24-22. ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ച് ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ച് ദയ കാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിപ്പാനും കൽപ്പിച്ചു. മതി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, 22-ാം വാക്യം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഫെലിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഈ മാർഗം സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും ലൂസിയ സഹസ്രാധിപൻ വരുമ്പോൾ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു. ആമേൻ. പൗലോസിന്റെ പ്രസംഗവും പൗലോസിന്റെ വ്യക്തമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആർക്കും മനസ്സിലായി? ഫെലിക്സിന് മനസ്സിലായി. എന്നിട്ട് അവധി വെക്കുക. സ്തോത്രം. ഈ വാക്യം എന്നിൽ ഉടക്കി. ഓ സ്തോത്രം. എത്രയോ കാലങ്ങളായല്ലേ നിന്റെ അവധി കിടക്കുക. ആമേൻ. നിന്റെ വാക്തത്വം നടക്കാതെ കുറെ കാലമായി നീ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വ്യക്തമായിട്ടും അറിയാം നീ എലിജിബിളാ. ഓ, നീ അതിന് യോഗ്യനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിന്റെ കയ്യിൽ നന്മ വന്നിട്ടില്ല. അടുക്ക ദൈവാത്മാവ് ദൂത് പറയുക, നിനക്ക് പ്രമോഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പാ, പക്ഷെ ഇതുവരെ കൈ വന്നിട്ടില്ല. ഓ സ്തോത്രം. നിനക്ക് വീട് കിട്ടാൻ നിനക്ക് അതിൽ യോഗ്യതയുണ്ട്, പക്ഷെ വീട് ലഭിച്ചിട്ടില്ല. നിന്റെ മകൾക്കൊരു വിവാഹം നടക്കണമെന്ന് കറക്റ്റായിട്ട് അറിയാം, പക്ഷേ ഇതുവരെയും അവധി തീർന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് പറയുക, അവധി എന്നതിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്ത് നിനക്ക് സ്തോത്രം ഒരു കാര്യം റെഡിയായി വരുന്നെന്ന. ഓ, ചില അവധികൾ കഴിയുമ്പോൾ അതിന്റെ അപ്പുറത്ത് നിനക്കൊരു പ്രമോഷൻ റെഡിയായി വരികയാ. പൗലോസേ, നിന്നെ അവധിക്ക് വെച്ചത് ഫെലിക്സ് അല്ല, നിന്നെ അവധിക്ക് വെച്ചത് സ്വർഗത്തിലെ ദൈവമാ. കാര്യം എന്തെന്നറിയാമോ? ബൈബിൾ പറയുന്ന ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം വായിക്കണ്ട, ഞാൻ പറയാം. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാ. ഉടരാ ഹസ്തരാ ജഗൽക്കമാന. ഇതെങ്ങനെ പ്രസംഗിക്കാനാ? ഇത് പ്രസംഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ആത്മനിറവുള്ള ഒരു മെസ്സേജാ ഇവിടെ പറയുകയാണ്. എനിക്ക് അവധി വെച്ചൊരു ഫെലിക്സ് അല്ല കേട്ടോ, എനിക്ക് അവധി വെച്ചൊരു ദൈവമുണ്ട്. ജോസഫേ, പൊട്ടക്കുഴിയിലും പോത്തിഫറിന്റെ വീട്ടിലും നിനക്കൊരു അവധി ഉണ്ടെങ്കിൽ നാളെ മിസ്രയീമിലെ കൊട്ടാരത്തിന്റെ അകത്ത് ഒരു പ്രൈം മിനിസ്റ്ററായി ഒരു പ്രമോഷൻ ഉണ്ട്. ഓ, ദൈവാത്മാ ദൂത് പറയുക, ചിലതിന്റെ അവധി തീരാൻ സമയമായി, ചിലതിന്റെ വാക്തത്വം ചലിക്കാൻ സമയമായി. ഓ, അനേക മാസങ്ങളായി, അനേക വർഷങ്ങളായി കരയുന്ന ചില മാതാക്കൾ, കരയുന്ന ചില പിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുക, ദർശനത്തിന്റെ അവധി അതിന്റെ സമാപ്തിയിലോട്ട് ബന്ധപ്പെടുക. ചിലത് പറയുന്ന ഒരു പദമുണ്ട് കേട്ടോ, എനിക്ക് മാത്രമെന്ത് ഇത്ര വലിയ അന്യായം, എന്നോട് മാത്രമെന്ത് ഇത്ര വലിയ ശത്രുത. ഓ സ്തോത്രം. എന്നെ കാണുമ്പോൾ മാത്രമെന്താ മറ്റുള്ളവർക്കൊരു പുച്ഛം. അതിന്റെ കാര്യം എന്തെന്നറിയാമോ? നീ ഇങ്ങനെ പോയാൽ നീ ജയിക്കുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാ. യേശുവിൻ നാമത്തിൽ നീ ഇങ്ങനെ പോയാൽ നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഓ, ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ കൈകൾക്കകത്ത് ചങ്ങലയിട്ട് ബന്ധിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഓ, നിന്നെ വെറുതെ വിട്ടാൽ നീ ദേശം കീഴടക്കും. ഓ സ്തോത്ര. യേശുവിന്റെ നാമത്തെ ജയമെടുക്കുക. നിന്നെ വെറുതെ വിട്ടാൽ നീ കയറിപ്പോകുമെന്ന് അറിയാവുന്ന സാത്താന്യ മണ്ഡലങ്ങൾ നിന്റെ കൈകളെ ബന്ധിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ കെട്ടപ്പെട്ട കൈകൾ ദൈവം അഴിക്കാൻ പോകുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പത്രോസിനെ ഒരിക്കൽ തടവിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാരാഗ്രഹത്തിനകത്ത് അവന്റെ കൈകൾക്കും കാലുകൾക്കെല്ലാം ചങ്ങലയിട്ടെന്ന് പറയുന്നത് അല്ലേ? അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അടുത്ത ദിവസം കൊല്ലാൻ വേണ്ടി പോകുന്നതിന് മുന്നമേ കൈകളിലും ചങ്ങല. ഞാൻ ചോദിച്ചോട്ടെ, കൊലപാതകം ചെയ്തിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല, ബാങ്ക് കൊള്ളയടിച്ചിട്ടില്ല, സ്തോത്രം, ആരുടെ വീട്ടുകാർ തല്ലിയിട്ടില്ല, ഗുണ്ടാപ്പണി എടുത്തിട്ടില്ല, പിന്നെ എന്നാത്തിനാടാ കൈകളിലും കാലുകളിലും ഇത്രയും വലിയ ചങ്ങല? ഒരു ഏറ്റവും വലിയ ക്രിമിനലിനെ പോലെ കൊണ്ടുവരാൻ കാര്യം എന്തെന്നറിയാമോ? രാജാവിനറിയാം ഇവന്റെ അകത്തൊരു ശക്തിയുണ്ട്, ആ ശക്തിയെ പൂട്ടുന്ന ചങ്ങലയായത്. പക്ഷെ കേട്ടോ രാജാവേ, അർദ്ധരാത്രിയിലോ ദൂതനിറങ്ങി, അപ്പോൾ അവന്റെ കൈമേലെ ചങ്ങല അഴിഞ്ഞു വീണു. അങ്ങനെ ആണെങ്കിൽ ഇന്ന് രാത്രി ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുക. നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾക്ക് മേലെ ഒരു എൻകൗണ്ടർ.
പത്രോസിന് വേണ്ടി ദൂതൻ ഇറങ്ങിയതുപോലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ അവന്റെ ശത്രുക്കൾ ചതുരി മാറുമെന്നേ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഫെലിക്സേ, നീയല്ല ഭരിക്കുന്നത്, എന്റെ അകത്തളത്തിലൊരു അഭിഷേകം ഭരിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ദൂത് പറയാ ചിലരോട്, നിന്റെ കൈകളിലെ ചങ്ങല അഴിയുമ്പോൾ നിന്റെ ഉദരം തുറക്കും കേട്ടോ. നിന്റെ കൈകളിലെ ചങ്ങല അഴിയുമ്പോൾ നിന്റെ രാജ്യങ്ങളുടെ വിസയുടെ കെട്ടുകൾ ക്യാൻസൽ ആകും, നിയമങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ചിലരുടെ കെട്ടുകൾ പൊട്ടി മാറുന്ന ആത്മാവിൽ ഞാൻ കാണുന്നു. ഉടരാ ശബ്ദല രകൽക്കമാന സന്ത വൈഡര ജഗൽക്കമാന ഉടരാ ഹസ്തര ജഗൽക്കമാന. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭാവി നിർണയിക്കുന്നത് ഫെലിക്സ് അല്ല, നിന്റെ ഭാവി നിർണയിക്കുന്ന ഏതോ രാജ്യത്തിലെ പ്രധാനമന്ത്രിയല്ല, പിന്നെയോ നിന്റെ ഭാവി നിയന്ത്രിക്കുന്ന ഒരുവൻ നിന്നെ വിളിച്ചു വേർതിരിച്ചവനാ. ആമേൻ. പല ബന്ധക്കോസുകാർക്കും പറ്റിയതെന്താണ്? ദർശനം മങ്ങിപ്പോയി. ആമേൻ. എന്ന് വെച്ചാൽ സാധാരണക്കാരെ പോലെ നമ്മളെന്ന് ചിന്തിച്ചങ്ങ് പോയി. അതല്ലേ തെറ്റ് പറ്റിയതല്ലേ? ഈ ചെങ്കടലിന്റെ മുന്നേ പോയപ്പോൾ മനസ്സിലാക്കിക്കോണം, നിന്നെ അവിടെ കൊണ്ടുവന്നൊരു ചെങ്കടൽ പിളർത്താനാ. അതേ ചെങ്കടലിൽ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിയ ഫറവോൻ മുങ്ങി മരിച്ചത് ചരിത്രം. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ സ്തോത്രം, കടൽക്കര മുഴുവനും രഥങ്ങളും കുതിരകളും ഡെഡ് ബോഡി നിറഞ്ഞു നിന്നു. പക്ഷെ ഇസ്രായേൽ ജനത്തിന്റെ ഒരുത്തനെ തലയിൽ രോമം പോലും പോയില്ല. അതാണ് ദൈവ വൈതൽ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഈ വിശ്വാസം കടന്നുപോയത് കൊണ്ടല്ലേ പലപ്പോഴും കെട്ടുകൾക്കകത്ത് കയറി കിടക്കുന്നത്. പരിശുദ്ധമോ ദൂത് പറയുക, നിന്റെ ഭാവി സംബന്ധമായിരിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിന് നിന്നെ വിടിവിക്കാൻ ഒക്കത്തില്ലയോ? ആമേൻ. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട്, നമ്മുടെ അവധി എന്ന് കഴിയും? നമ്മുടെ അവധി എന്ന് കഴിയും? ഞാൻ പറയും, ഇന്ന് കഴിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ അകം കത്തുന്നു? ഇന്ന് നിന്റെ വിടുതൽ ആരംഭിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ എത്ര പേർ അകം കത്തുന്നു? പരിശുദ്ധമോ ദൂത് പറയുക, ചിലതിന്റെ എല്ലാം ഭാവി സംബന്ധമായി വിടുതലുകൾ ആരംഭിക്കാൻ സമയമായി. 2026 തോൽവിയുടെ വർഷമല്ല, ജയത്തിന്റെ വർഷമാ. ഉടരാ ജഗൽക്കമാന. യേശുവിന്റെ നാമത്തിൽ ഉടരാ ഹസ്തരാ ജഗൽക്കമാന. ദൈവാത്മാ കാര്യങ്ങൾ ഏറ്റെടുക്കുക കേട്ടോ. ദർശനത്തിന്റെ അവധിയെ ദൈവം ബ്രേക്ക് ചെയ്യുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നീ ഒരു യഥാർത്ഥ ദൈവവൈതലാണെങ്കിൽ വാഗ്ദത്തം നിന്റെ പിറകെ വരും. ആമേൻ. ആമേൻ. നിന്റെ പിറകെ ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വേട്ടപ്പട്ടി കാട്ടിന്റെ അകത്ത് ഇറക്കി വിട്ട അത് വേട്ട മൃഗത്തിന്റെ പിറകെ പോവും. എത്ര നോക്കിയാലും ഇത് പോകത്തില്ല, പിറകെ തന്നെ കാണും. അതുപോലെ കൃപ, അതുപോലെ വിടുതൽ നിന്റെ പിറകെ വരാൻ പോകുക. 2026 ഫെബ്രുവരി മാസത്തിൽ ദൈവാത്മാ പറയുക, ചിലതിന്റെ എല്ലാം പിറകെ ദൈവം നന്മ ഒട്ടിവരിക. വേണ്ട എന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ചിലത് കയറി വരാൻ പോകുക. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് ചെയ്തു. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പറയിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിലും ഇത് പറഞ്ഞ് എനിക്ക് അത് കഴിഞ്ഞപ്പോൾ ഒരു അവിശ്വാസം കയറി. കാരണം നാളെ രാവിലെ നടക്കുമോ? എൻ്റെ അകത്ത് ഈ അവിശ്വാസം കൊണ്ട് കയറി. ഞാൻ പിന്നെ അങ്ങ് വിട്ടു. അടുത്ത ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാട്സപ്പിന്റെ വോയിസ് മെസ്സേജ് വരിക. അവരൊന്ന് പാസ്റ്റ് ഓർക്കുന്നു, 2 ദിവസം മുമ്പ് എന്നോടൊരു പ്രവചനം പറഞ്ഞായിരുന്നെന്ന്. ഞാൻ പറഞ്ഞു, നടന്നില്ലെന്ന് പറയാനാ വിളിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത്. സ്തോത്രം. പക്ഷെ അവർ പറയുകയാണ്, കറക്റ്റ് അടുത്ത ദിവസം പുലർച്ചെ 12 മണിക്ക് അവർക്കൊരു ഇമെയിൽ വന്നു, അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്തെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്റെ പ്രവചനം നടന്നു. ആമേൻ. ദൈവം ഇത് പറയുന്നത് മനുഷ്യനല്ല കേട്ടോ, ഇത് ദൈവമാ. രാത്രി പുലർന്നു, അർദ്ധരാത്രി കഴിയുന്നതിന് മുന്നേ ചിലതിന് വിടുതൽ നടക്കാൻ പോകുക. നമുക്കൊക്കെ വിശ്വാസം കുറഞ്ഞു പോയോണ്ടാ. എന്റെ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. ഫറവോന്റെ സൈന്യത്തിന് സ്തോത്രം രഥചക്രങ്ങളുടെ ഓട്ടത്തെ താറുമാറാക്കി എന്റെ ദൈവത്തിന്റെ കണ്ണിന് തിമിരം ബാധിച്ചോ? അവന്റെ കൈ കൂടുതലായി പോയോ? ഇല്ല. ഫെലിക്സ് നിനക്ക് അവധി വെച്ചാലും ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുക. പരിശുദ്ധമാവിത ചിലതിനെ ചലിപ്പിക്കുന്നു. ഉടരാ ഹസ്തരാ ജഗൽക്കമാന. സ്തോത്രം. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഒരു പ്രവാചകൻ എന്നോട് വന്നൊരു പ്രവചനം പറഞ്ഞു. സ്തോത്രം. നിന്നെ ഞാൻ ഭൂഖണ്ഡങ്ങളിലോട്ട് അയക്കുമെന്ന്, കോണ്ടിനെന്റുകളിലോട്ട് അയക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. പതിവ് പോലെ ഞാൻ വിശ്വസിച്ചില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു അധ്വാനമുണ്ട്. ചുമ്മാ കേട്ടതുപോലെ എല്ലാത്തിനും അതിന്റെ കഷ്ടപ്പാടുണ്ട്. എനിക്കറിയാം. ഇനി വാഗ്ദത്തം നടന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല.
കാരണം ആവശ്യം പോലെ കഷ്ടപ്പാടുകളിൽ കൂടെ പോയൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് സഹിക്കാൻ കഴിയുന്നതിന്റെ മീതെ പരീക്ഷ ദൈവം തരത്തില്ല. ഉടാമനാശ് ദൈവന്മാ പറയാ, ചില വാക്തത്വങ്ങൾ എങ്ങനെ നടക്കുന്നെന്ന് ചോദിക്കുന്നില്ലേ? എങ്ങനെ ഞാൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് പൗലോസ് ചോദിച്ചില്ലേ? പൗലോസ്, നീ പുറത്തു വരിക മാത്രമല്ല, 14 ലേഖനം എഴുതാൻ പോകുക. സ്തോത്രം. നീ ഇവിടെ വെളിയിലിരിക്കുന്നവർക്ക് പറ്റാത്തത് കാരാഗ്രഹത്തിൽ ഇരുന്ന് ചെയ്യും. കാരാഗ്രഹ ലേഖനങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവാത്മാ ദൂത് പറയുക, നീ വെളി വന്ന് വരിക മാത്രമല്ല പൗലോസേ, വെളി വന്ന് ലേഖനം എഴുതും. ലോകം അവസാനിക്കുന്നത് വരെയും നിന്റെ ലേഖനങ്ങൾ കത്തിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കറിയാം ഇവിടെ ചില ചലനങ്ങൾ നടക്കുക. ദൈവം ഒരുത്തൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ, ദൈവം ഒരുത്തൻ ഉയർത്താൻ തീരുമാനിച്ചാൽ, കാരാഗ്രഹത്തിന്റെ അഴികൾക്ക് അവനെ തടയാൻ ഒക്കത്തില്ല, ഭരണാധികാരികൾക്ക് അവനെ തടയാൻ ഒക്കത്തില്ല. കാര്യം എന്തെന്നറിയാമോ? അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരുവൻ എന്റെ അകത്തുണ്ട്. ദൈവന്മാർ പറയുന്നു, ചിലതിന്റെ എല്ലാം സമയമായി. സ്തോത്ര. ചിലതിന്റെ എല്ലാം സമയമായി. പരിശുദ്ധന്മാർ ചിലതിന്റെ എല്ലാം സമയം. കൗണ്ട് ഡൗൺ ഡേയ്സ് ആരംഭിക്കുക. എണ്ണി തീർക്കുന്ന ദിവസങ്ങൾക്കകത്ത്, ചിലതിന്റെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധന്മാർ ചില അടയാളങ്ങൾ ചെയ്യാൻ പോകുന്നു. ആരോ ദൈവാത്മാ പറയുന്നു, ദിവസങ്ങളായി ഉപവസിക്കുന്ന ഒരു വ്യക്തി കണ്ടിന്യൂ ആയിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നെയും തുടങ്ങും. പരിശുദ്ധമ്മ പറയും, നിന്റെ ഉപവാസം വെറുതെ അല്ല കേട്ടോ. നിന്റെ ഉപവാസം ലോകം അറിയാൻ പോകുക. നിന്റെ പ്രാർത്ഥന ലോകം അറിയാൻ പോകുക. സ്തോത്രം. നീ അകത്തളങ്ങളിൽ മൂടിക്കളഞ്ഞ വാക്തത്വം നടക്കാത്ത കാലഘട്ടങ്ങളിൽ നിന്ന് മാറി നീ വെളിയിൽ വരാൻ പോകുക. വൈഷമന റകൽക്കമാർ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നിങ്ങൾ സ്തോത്രം. ഒരിക്കലും വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യം പറയാം. ഞാൻ ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാൻ 20 വർഷത്തിലധികം കാത്തിരുന്നിട്ടുണ്ട്. ആമേൻ. 20 വർഷത്തിലധികം. എന്നാൽ പല വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ദൈവം മറുപടി തന്നില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, സ്തോത്രം, യോഗ്യനല്ലാത്തോണ്ടായിരിക്കുമെന്ന്. എന്നാ നമ്മൾ ചിന്തിക്കാറില്ലേ? യോഗ്യനല്ലാത്തോണ്ടായിരിക്കുമെന്ന്. അത് യോഗ്യനല്ലാത്തോണ്ടല്ല. കാരണം ഏറ്റവും നല്ലത് വരുന്നത് ഏറ്റവും ലേറ്റ് ആയിട്ടാ. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. ഏറ്റവും നല്ലത് വരുന്നത് ഏറ്റവും ലേറ്റ് ആയിട്ടാ. പരിശുദ്ധന്മ പറയുന്നു, ലേറ്റാ എന്ന് കരുതി അവധി ദർശനത്തിന്റെ സമാപ്തി നടക്കത്തില്ലെന്നല്ല. സ്തോത്രം. ചില അവധികൾ വെച്ച സ്വർഗത്തിലെ ദൈവം, സമ്പന്നനായ ദൈവം, ചിലതിനെല്ലാം സമ്പന്നനാക്കാൻ, ചിലതിനൊക്കെ ഭാവിയെ സ്ഥിരമാക്കാൻ, ചിലതിനൊക്കെ മറ്റുള്ളവർക്ക് അടയാളമാക്കാൻ വെച്ചിരിക്കുക. ആമേൻ. സ്തോത്രം. താഴോട്ടേക്ക് വരിക കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേൻ. പൗലോസ് പറയുകയാണ്, ഞാൻ ഒന്ന് സമ്മതിക്കുക. എന്നാന്നറിയാമോ? നീ പറയുന്ന കേൾക്കുമെന്നല്ല, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എൻ്റെ ആരാധനയിൽ ഞാൻ ഒരടി വറകോട്ട് പോകത്തില്ല. എൻ്റെ സ്തോത്രത്തിൽ ഒരടി വറകോട്ട് പോകത്തില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി ഞാൻ വറകോട്ട് പോകത്തില്ല. കാര്യം എനിക്കറിയാം, ഇങ്ങനെ പോയാൽ ഞാൻ രക്ഷപ്പെടും. ദൈവം ദൂത് പറയുന്നു, സ്തോത്രം. നീ ഫെലിക്സ് പറയുന്നത് കേട്ടിട്ടല്ല നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. വാഗ്ദത്തം ചെയ്തവൻ പറഞ്ഞത് കേട്ടിട്ടാ. ചിലരൊക്കെ ഫെലിക്സിന്റെ വാക്ക് കേട്ട്, അവന്റെ ചക്കര വാക്ക് കേട്ട് ശുശ്രൂഷ നിർത്തി. ചിലരൊക്കെ പൈസ കിട്ടിയപ്പോൾ ശുശ്രൂഷ നിർത്തി. അമേൻ. സ്തോത്രം. ചിലർ അമേരിക്ക പോയപ്പോ പൊടിയില്ല. ചിലതിനൊക്കെ വാതിൽ തുറന്നപ്പോ ശുശ്രൂഷ നിർത്തി വീട്ടിൽ പോയി. പക്ഷെ പൗലോസ് പറഞ്ഞു, എന്നെ എന്തെല്ലാം തന്ന് മൂടിയാണ്, ഞാൻ നിർത്തത്തില്ല. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പരിശുദ്ധ പറയുന്നു, നീ തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ഒരു ദിവസം, സ്തോത്രം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഓസ്ട്രേലിയ വന്ന സമയത്ത് മിനിസ്ട്രി നടക്കുന്നില്ല, ജോലിയും റെഡിയാകുന്നില്ല, എല്ലാം കൂടി പ്രശ്നം. അപ്പൊ ഞാൻ തീരുമാനിച്ചു 21 ദിവസം ഉപവസിക്കണമെന്ന്. അപ്പൊ എൻ്റെ വൈഫിന് ജോലിയുണ്ട്, അവള് ജോലിക്ക് പോയി. ഞാൻ 21 ദിവസം ഉപവസിക്കാൻ, ആദ്യത്തെ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അങ്ങ് മുട്ടുമടക്കി. എൻ്റെ വീട്ടിൽ, എൻ്റെ ബെഡ്റൂമിൽ കട്ടിലും പോലും മുട്ടുമടക്കി ഞാൻ അങ്ങ് അന്യഭാഷ പറയാൻ തുടങ്ങി. പുതിയ ഭാഷകൾ വന്നു. സ്തോത്രം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭാഷകളൊക്കെ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു കേട്ടോ. ഒരു ഫോൺ കോൾ വന്നു. എനിക്ക് ഒരു വട്ടം മാത്രം ഞാൻ കണ്ടിട്ടുള്ള, ഒറ്റ വട്ടം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരാൾ എന്നെ വിളിച്ച്, എനിക്ക് നിങ്ങളോടൊരു പ്രവചനം പറയാനുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഷോക്കായി. ഞാൻ ഉപവസിക്കുന്ന എൻ്റെ വൈഫിന് മാത്രം, എൻ്റെ വീട്ടിൽ പോലും അറിയത്തില്ല. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, സ്തോത്രം, നിന്നെ ആ രാജ്യത്തോട്ട് ദൈവം അയച്ചത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയാ. എന്നിട്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പുകളുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ.
ഓ, നീ ആത്മാവിന്റെ ശക്തിയാൽ അവിടുത്തെ പാമ്പുകളെ ചവിട്ടാൻ പോകുകയാണ്. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്നെ ആരെല്ലാം ഒറ്റപ്പെടുത്തിയാൽ നീ വെളി വരുമെന്ന്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഫാസ്റ്റിംഗില്ല. അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ വിശ്വാസം കൊണ്ട് കയറി. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, എന്നോട് കുറെ പ്രവചനം പറഞ്ഞത് ഫോൺ കട്ട് ചെയ്തു. അന്ന് തുടങ്ങി എൻ്റെ വാതിലുകളുടെ ഓപ്പണിങ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഏതെല്ലാം സ്ഥലത്ത് നീ പതിയിരിക്കാൻ നോക്കിയാലും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. അടുക്ക പരിശുദ്ധമായ ദൂത് പറയുന്നു, ഏതെല്ലാം മേഖലയിൽ നീ ഒളിച്ചിരിക്കാൻ നോക്കിയാലും ആ സ്ഥലത്ത് നിന്ന് നീ ചില സർപ്പങ്ങളെ ചവിട്ടാൻ പോകുക. യേശു പറഞ്ഞു, സർപ്പത്തിന്റെ മേലെ മണലിമേലെ നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാവിനെ നീ ഭരിച്ചു കളയും. ഇന്ന് രാത്രി നിങ്ങൾ റെഡിയായിക്കോ, നിങ്ങൾ ചിലത് ചവിട്ടാൻ റെഡിയായിക്കോ. ഓ ഡാമന ശംദല രഗൽക്കമാന അസ്തര ജഗൽക്കമാന. ഓ സ്തോത്രം. ആ ബിജോയ് എന്ന് പറയുന്ന ആ ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ബിജോയ്, സ്തോത്രം, ചില ദർശനങ്ങളുടെ സമാപ്തികൾ ഈ ദിവസങ്ങൾ കടന്നു വരും കേട്ടോ. ഉഷാമന വൈഡ രഗൽക്കമ. ഈ ദിവസങ്ങളിൽ കാര്യമായിരിക്കുന്ന ഒരു വിടുതലിന് വേണ്ടി നിങ്ങൾ ഭയങ്കരമായി ഇങ്ങനെ നിൽക്കുക. ഒരു സ്റ്റെപ്പ് ഇപ്പൊ കഴിയണം. ആ സ്റ്റെപ്പ് ദിവസങ്ങൾ കഴിയാൻ പോകുക. ഓ സ്തോത്രം. നിങ്ങൾ ആ സ്റ്റെപ്പ് പതുക്കെ നടക്കാനാ തീരുമാനിക്കുന്നെങ്കിൽ ഓർത്തോ, നിങ്ങൾ അതിനെ ചാടി കടക്കുന്നൊരു അഭിഷേകം. ഓ, ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്താൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഈ ദിവസങ്ങളിൽ ഒരു പുത്തൻ അഭിഷേകവുമായി ദൈവാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അത് നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ചില പ്രശ്നങ്ങളും, നിങ്ങളുടെ ഭാവി സംബന്ധമായിരിക്കുന്ന മേഖലകളും എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്തോ ജോലി സംബന്ധമായിട്ടുള്ള, സ്തോത്രം, എന്തോ ജോലി സംബന്ധമായിട്ടുള്ള മേഖലകൾ, സ്തോത്രം, നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിത ചില റിലീസിംഗ് ഓർഡറുകൾ, നിങ്ങൾക്ക് വേണ്ടി ചില സ്പെഷ്യൽ നിയമനങ്ങൾ, അതെല്ലാ മേഖലകൾക്കകത്ത് ദൈവം കൽപ്പിക്കാൻ പോകുക. ഉഷമന റബൽക്കമാന ദൽമന റന്തൽ കബാര വൈഷമന റഗൽക്കമാന. പരിശുദ്ധമ പറയുന്ന ഈ ദിവസം പ്രാർത്ഥിച്ചോ. 3 മാസം ഒരു പ്രത്യേക പീരീഡുകൾ, ചില പ്രത്യേക പീരീഡുകൾ, ചില പ്രത്യേക ആഴ്ചകളിലൊക്കെയും ചില മേഖലകളിൽ നിങ്ങൾ ചില വ്യക്തികളുമായിട്ടുള്ള ചില സംസാരങ്ങളും, എന്തോ ചില ഇന്റർവ്യൂ പോലുള്ള ചില കാര്യങ്ങളും ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരാൻ പോകുക. അത് അടുത്ത നിലവാരത്തിലോട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് പറയുന്നു, ഒരു പ്രത്യേക സ്തോത്രം പാരമ്പര്യത്തിന്റെ ശക്തി നിങ്ങളുടെ പിറകിലുണ്ട്. ഉടാമനാറുകൾക്ക് നിങ്ങളെ തുറച്ചു നോക്കുന്ന ചില പാരമ്പര്യത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ആ ശക്തിയുടെ വെട്ടുകയ. യേശുവിൻ നാമത്തിൽ അത് ക്യാൻസൽ ആകുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവാത്മാവ് വളരെ ശക്തമായ രീതിയിൽ ചിലതിനെ എടുത്ത് അഭിഷേകം ചെയ്യാൻ പോകുന്നു. ആമേൻ. ഇവിടെ കാണുകയാണ്, സ്തോത്രം, ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിട്ടും, ആമേൻ, ഈ കൃപയുള്ളവനെ പൂട്ടുമ്പോ സൂക്ഷ്മമായിട്ട് പൂട്ടും. മനസ്സിലായില്ല? ഊരിപ്പോരാത്ത വിധത്തിൽ അവന്റെ എല്ലാ മേഖലകളിൽ കുരുക്കുകളിടും. സ്തോത്രം. ജോസഫ് ഒരിക്കൽ വീട്ടിന്റെ അകത്തായിരുന്ന സമയത്ത് അദ്ദേഹത്തെ കുരുക്കി കളഞ്ഞു പോത്തിഫറിന്റെ ഭാര്യ. മനസാ വാച കർമ്മണ ഒരു പാപവും ജോസഫ് ചെയ്തിട്ടില്ല. ആമേൻ. അപ്പന്റെ വീട്ടിലും പ്രശ്നം, എവിടെ പോയാലും പ്രശ്നമാ. സ്തോത്രം. അവസാനം പോത്തിഫറിന്റെ വീട്ടിലെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതിയപ്പോ ആ പെണ്ണും പിള്ള സമാധാനം കൊടുക്കത്തില്ല. ആമേൻ. സ്തോത്രം. അവസാനം ജോസഫ് അവിടെ നിന്ന് ഓടിയപ്പോൾ പെണ്ണും പിള്ള എന്നാ ചെയ്യുന്നറിയാമോ? വസ്ത്രത്തിന്റെ വസ്ത്രം പിടിച്ച് അവിടെ മേടിച്ചങ്ങോട്ട് വെച്ച് തെളിവിനായിട്ട് സൂക്ഷ്മമായി അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആമേൻ, ആമേൻ, ആമേൻ. സൂക്ഷ്മമായ അറിവുകൾ വെച്ച് സൂക്ഷ്മമായി നിന്നെ പൂട്ടിക്കളയുന്നവനെ കണ്ട് നീ ഭാരപ്പെടണ്ട. അതിനേക്കാൾ സൂക്ഷ്മമായി നിന്നെ ഉയർത്തുവാൻ അവനേക്കാൾ മുൻപേ ദൈവം ചില വാതിൽ തുറന്നിട്ടാ നിന്നെ അവിടേക്ക് അയച്ചത്. സ്തോത്രം. അവിടെ ചില മണ്ഡലങ്ങൾ വെളിപ്പെടാൻ പോകുക. നിന്നെ സൂക്ഷ്മമായി പൂട്ടിയവന്റെ മുമ്പിൽ സൂക്ഷ്മമായ വചനധ്യാനം, സൂക്ഷ്മമായ പ്രാർത്ഥന, ലേഖനങ്ങൾ, പരിശുദ്ധ ദൂത് പറയുക, ജോസഫേ, നിന്റെ പ്രവചനത്തിന്റെ ആക്യുറസി വർദ്ധിക്കാൻ പോകുക. ജോസഫ് ദൂത് പറയുമ്പോൾ ഉണ്ടല്ലേ, സൂക്ഷ്മമായ ദൂതുകളാ, അത് തെറ്റത്തില്ല. പാനപാത്രവാഹകനോട് അപ്പക്കാരനോട് സൂക്ഷ്മമായ ദൂത് പറഞ്ഞു. ഏതെല്ലാം രീതിയിൽ നിന്നെ പൂട്ടാൻ നോക്കിയോ ആ മേഖല നീ സ്കിൽഡ് ആകാൻ പോകുക. അതേ മേഖലയിൽ ഏതിലാണ് നീ മുറിവേറ്റ് കയറിയത്, അതേ മേഖലയിൽ നീ സ്കിൽഡായി മാറാൻ പോകുക. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ചില ദൈവദാസന്മാര് പ്രവചിക്കുമ്പോൾ ഭയങ്കര ആക്യുറസി ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ചില ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ഭയങ്കരമായിരിക്കും. അതിന്റെ കാര്യം എന്താണെന്ന് അവരോട് ചോദിച്ചാൽ മതി. ഒരിക്കൽ ഒരു പ്രസിദ്ധനായ ഒരു ദേവദാസൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നു. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് സഭയിലുള്ളവരിൽ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ എനിക്കറിയണം ഇത് എന്നാ ഇതിന്റെ രഹസ്യമെന്ന്. അദ്ദേഹം, ഞാൻ പേര് പറഞ്ഞില്ല കേട്ടോ, പേരൊക്കെ പറഞ്ഞ് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, പലർക്കും പലരും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് പേര് പറയാത്തത്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ ഏറ്റവും ടോപ്പ് കിടക്കുന്ന ദേവദാസന. അങ്ങനെ ഞാൻ എൻ്റെ ചർച്ചിന്റെ പിറകിലെ പാസനേജിന്റെ അകത്ത് അദ്ദേഹത്തെ കാണാനായി പോയി. സ്തോത്രം. അദ്ദേഹത്തിന് അടുക്കൽ ഞാൻ പോയിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ടാ ഭയങ്കര ഫയർ ഇറങ്ങുന്നത്? എനിക്കറിയാവുന്ന ഒത്തിരി ദേവദാസന്മാരുണ്ട്, അവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു ഈച്ചയുടെ തലവേദന പോലും സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുക, ഒരു ദിവസം യേശു എൻ്റെ റൂമിൽ ഇറങ്ങി വന്നെന്ന്. അദ്ദേഹം പറയുക, അദ്ദേഹത്തിന് ചുമ്മാ കള പറയേണ്ട ആവശ്യമില്ല. യേശു എൻ്റെ റൂമിൽ ഇറങ്ങി വന്നു, ഞാനും യേശുവുമായിട്ടൊരു എൻകൗണ്ടർ നടന്നെന്ന്. അത് കേട്ടപ്പോൾ അകം കത്തി കേട്ടോ. ഓ സ്തോത്രം. സ്തോത്രം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കത്തുന്ന ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ജോസഫിന്റെ പ്രവചനത്തിന്റെ ആക്രോസിയുടെ കാര്യം എന്തെന്നറിയാമോ? ജോസഫ് ഒരുപാട് സൂക്ഷ്മമായിരിക്കുന്ന വേദനയെ കൂടെ പോയതാ. സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ അകത്ത് മറ്റുള്ളവർക്കില്ലാത്ത അകത്തളങ്ങളിലെ വേദനകളും മുറിവുകളും ഉണ്ടല്ലോ. നല്ല സമരക്കാരനെ യേശു അതിന്റെ അകത്ത് അഭിഷേക തൈലം ഒഴിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നെ ഒന്ന് കത്തിക്കാൻ. ചിലർ ദൈവന്മാർ പറയുക, സ്തോത്രം. ചിലർക്ക് വരുമ്പോ നമ്മൾ പറയും, അയ്യോ എനിക്ക് മാത്രമെന്താ ഈ പ്രശ്നം. പറയാനൊരു കാര്യമുണ്ട്. എന്താ അറിയാമോ? ഈ പ്രശ്നത്തിന്റെ അപ്പത്തിന് മഹത്വം വെളിപ്പെടാൻ പോകുക. പരിശുദ്ധമോ ദൂത് പറയുന്നു, പൗലോസേ വെറുതെ 14 ലേഖനം എഴുതാൻ ഒക്കത്തില്ല, പത്രോസിനെ കൊണ്ട് ഒക്കത്തില്ല, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ കൊണ്ട് ഒക്കാത്തത് നിന്നെ കൊണ്ട് ചെയ്യാൻ ഒത്തത് എന്താണെന്നറിയാമോ? ചില ഫെലിക്സിനെ പൂട്ടുന്ന അഭിഷേകം. എങ്ങനെയാണാ നീ കയറി വന്നത്? എങ്ങനെയാണാ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ പൗലോസിന് വളരെ സാക്ഷ്യമുണ്ട്. സ്തോത്രം. ദൈവന്മാർ ചില ദൂത് പറയുക, നിനക്ക് പറയൊരു സാക്ഷ്യം തരാൻ പോകുക. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഇത് ബൈബിൾ കോളേജ് പഠിച്ചതല്ല കേട്ടോ, ഇതാരോ പഠിപ്പിച്ചതല്ല കേട്ടോ, ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചതാ. ഒരിക്കൽ ജോസഫ് കൊട്ടാരത്തിന്റെ അകത്തെത്തിയപ്പോൾ രാജാവ് പറഞ്ഞൊരു പദമുണ്ട് ജോസഫിനുണ്ട്. ജോസഫേ, നിന്നെപ്പോലെ ജ്ഞാനമുള്ളവൻ ഈ ദേശത്തെങ്ങുമില്ല. എവിടെ നിന്ന് കിട്ടി ഈ ജ്ഞാനം? ജ്ഞാന സമ്പൂർണനായിരിക്കുന്ന കർത്താവ് യേശു അവന്റെ ഹൃദയത്തിലോട്ട് വന്നതാ. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. നിന്റെ അകത്തളങ്ങളിൽ അഭിഷേകം കത്തുമ്പോൾ നിന്റെ രൂപം മാറും കേട്ടോ, നിന്റെ ഭാവം മാറും കേട്ടോ. നീ ഒരിക്കലും എത്തിപ്പെടാത്ത സ്ഥലങ്ങൾ എത്തിച്ചേരും കേട്ടോ. പരിശുദ്ധമോ ദൂത് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. സ്തോത്രം. സ്തോത്രം. ചിലത് പറയാറുണ്ട് കേട്ടോ, എന്റെ ജോലി നടക്കത്തില്ല, എന്റെ ബിസിനസ് നടക്കത്തില്ല, എന്റെ വീടിന്റെ പണി തീരത്തില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അടുക്ക ദൈവന്മ ദൂത് പറയുക, ആ മേരിക്കുട്ടി സാമുവേൽ എന്ന് പറഞ്ഞ എന്റെ ദൈവന്മ ദൂത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. യേശുവിൻ നാമത്തിൽ ചില ശക്തി ഏറ്റെടുത്തോ. ഇരുവശങ്ങളിൽ ദൈവാത്മ ചില USA-യുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ദൈവന്മ കാണിക്കുക. USA-യുമായിട്ടുള്ള ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എഴുതി കാണിക്കുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. ദിവസങ്ങൾ ചില വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ കോരേശിന്റെ കൈ പിടിച്ചതുപോലെ നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുക. ആമേൻ. സ്തോത്രം. സ്തോത്രം. ആമേൻ. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളൊന്നും പറഞ്ഞാൽ തീരത്തില്ല കേട്ടോ. ആമേൻ. ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. പക്ഷെ അതൊന്നും പറയാൻ സമയമില്ല. അതിനേക്കാൾ വലുത് വചനത്തിന്റെ അകത്തുണ്ട്. അത് ഞാൻ പറയാം. ആമേൻ. എന്റെ കൊച്ചു സാക്ഷ്യത്തെക്കാൾ വലുത് വചനത്തിന്റെ അകത്ത് തീ അടപ്പ. എന്നെക്കാൾ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് ദൈവദാസന്മാരുണ്ട്. സ്തോത്രം. പക്ഷെ നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങളെക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്തിന് തീ കത്തിയാൽ നിങ്ങളുടെ മധ്യത്തിൽ ചില സാക്ഷ്യങ്ങൾ വെളിപ്പെടാൻ പോകുക. പരിശുദ്ധമ്മ പറഞ്ഞു, ബീന ജയ് പാസ്റ്ററെ, ദൈവരാസിയെ, ദൈവാത്മാ പറയുന്നു, ചില സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ എഴുതാൻ തയ്യാറായിക്കോ. അത് നിങ്ങളുടെ സാക്ഷ്യം മാത്രമല്ല, നിങ്ങളുടെ സഭയ്ക്കകത്തും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതിയ തീരത്തില്ല. അതുപോലെ ദൈവ ദിവസങ്ങൾ നിങ്ങളെ മാനിക്കാൻ പോകുക. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കഷ്ടത നിങ്ങൾ സഹിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് പറയുക, ആ കഷ്ടതകളെല്ലാം ദൈവം നന്മയാക്കി മാറ്റാൻ പോകുന്നു. ദൈവന്മാർ പറയുന്നു, ചിലതിന്റെ എണ്ണം വർദ്ധിക്കാൻ പോകുക. അങ്ങനെ പറയാം, എണ്ണം വർദ്ധിക്കും. സ്തോത്രം. അത് നിങ്ങളുടെ സ്തോത്രം ആത്മാക്കളുടെ മാത്രമല്ല, നിങ്ങൾ തൊടുന്നതിലെല്ലാം ഒരു വർധന പരിശുദ്ധമ പറയുന്നു. യേശുവിൻ നാമത്തിൽ ചില വർധനവിന് വേണ്ടി റെഡി ആയിക്കോ. ചില ലോക്കിട്ട് പൂട്ടിക്കളഞ്ഞിരിക്കുന്ന ചില മാനസിക രോഗികളെ പോലുള്ള ചില വ്യക്തികളുടെ അടുക്കലോട്ട് പരിശുദ്ധമോ നിങ്ങൾ അയക്കും. ലോക്കിട്ട് പൂട്ടിയ ചില വ്യക്തികൾ, അത് ദൈവാത്മാവ്. പലരും നിങ്ങളെ പുച്ഛിച്ചാലും ഓർത്തോ, നിങ്ങൾ പോകുമ്പോൾ ചില മാറ്റുകൾ സംഭവിക്കും.
ആമേൻ. അത് ഒരു വട്ടം പോകുമ്പോഴല്ല, പലവട്ടം പോകുമ്പോൾ ഒരു പൂർണ്ണമായ സൗഖ്യം നിങ്ങൾ കാണും. യേശുവിൻ നാമത്തിൽ മടുക്കാതെ കാലെടുത്ത് മുന്നോട്ട് വെച്ചോ. ഓ, യേശുവിൻ നാമത്തിൽ ചില 12 കൊട്ട നിറഞ്ഞ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുക. 12 കൊട്ട നിറഞ്ഞ അനുഭവം. ഓ, ഒരു നിറവിന്റെ അനുഭവത്തിലോട്ട് നിങ്ങൾ മാറും. അത് അപ്പോസ്തലിക മിനിസ്ട്രി. ദൈവാത്മാ അങ്ങനെ പറയാ. അപ്പോസ്തലിക മിനിസ്ട്രി, അപ്പോസ്തലിന്റെ കൊട്ട പോലെ ദൈവാത്മാ നിങ്ങളുടെ ശുശ്രൂഷ വാനിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. സ്തോത്രം. ആമേൻ. താഴോട്ടേക്ക് വരിക കേട്ടോ. നമുക്ക് വചനത്തിൽ ഇത് ഇന്ന് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. താഴോട്ട് വരിക. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം വാക്യം വായിക്കാമോ? ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായം 19-ാം വാക്യം. ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ, ന്യായവിധി വിചാരിച്ചാൽ ആർ എനിക്ക് അവധി നിശ്ചയിക്കും. അപ്പോൾ ഫെലിക്സ് പൗലോസിന് അവധി നിശ്ചയിച്ചു. ഈ വാക്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് അകം കത്തുന്നുണ്ട്. സ്തോത്രം. നമുക്കൊരു പ്രശ്നം വരും കേട്ടോ. നമ്മൾ ആരും വകവെക്കത്തില്ല. മനസ്സിലായില്ല? ഇതകത്തോട്ട് കത്തിയ പിന്നെ ആര് വിചാരിച്ചാലും നമ്മുടെ കോൺഫിഡൻസ് കളയാനൊക്കത്തില്ല. ഇത് ദുഃഖകരമായ ഒരു വാർത്ത ഞാനിപ്പം കേട്ടിരിക്കുക. നിങ്ങൾ വായിച്ചു ഓർത്തില്ല? കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുതലാളി ആത്മഹത്യ ചെയ്തു. കേട്ടായിരുന്നോ? കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അകത്ത് എത്ര കാറുകൾ ഉണ്ടെന്ന് അറിയാവോ? അദ്ദേഹത്തിന്റെ ഒരു കാറിന്റെ ടയറിന് മാത്രം 50 ലക്ഷം രൂപയാ. കേട്ടോണം. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു കാറിന്റെ ടയർ മാറ്റാൻ 50 ലക്ഷം രൂപയിലധികം ചെലവുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്ത കാറുകളില്ല. അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്തു. സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നാ. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്നാ? ആത്മവിശ്വാസം. സ്തോത്രം. മനസ്സിലായില്ല? ചിലർക്ക് മനസ്സിലായില്ല. എന്നാ പൗലോസ് പറയുക, സ്തോത്രം, എന്നാ ഇയ്യോബ് പറയുക, ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ. ആരാണ് ഈ ബലവാൻ? നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവം ഏറ്റവും ശക്തനാണ്. അവനെ ചെറുതാക്കാനോ തോപ്പിക്കാനോ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഇയ്യോബ് പറയുക, ബലം വിചാരിച്ചാൽ അവൻ തന്നെ ബലവാൻ. അടുത്തത്, ന്യായവിധി വിചാരിച്ചാൽ ആരെനിക്ക് അവധി നിശ്ചയിക്കുമെന്ന്. പൗലോസിന് ഫെലിക്സ് അവധി നിശ്ചയിച്ചപ്പോൾ പരിശുദ്ധന്മ പറയുക, ഇയ്യോബിൽ കൂടെ പറയുന്നു, എനിക്ക് അവധി നിശ്ചയിപ്പാൻ ആരെ കൊണ്ടൊക്കത്തില്ല. മനസ്സിലായില്ല? എത്ര ഈ വചനത്തിന്റെ മർമ്മം മനസ്സിലാകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്റെ ദൈവം സ്വതന്ത്രനാണ്. അവന് ആധികാരികമായിട്ട് അവന് മനുഷ്യന് ഇടപെടാൻ പറ്റാത്ത ചില അവധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലത് പറയും, ബിനീഷ നിന്നെ ഞാൻ തീർത്ത് കളയും. വെറും വാക്കാണെന്ന്. നിന്റെ ശുശ്രൂഷക്കെതിരെ ഞാൻ എഴുതും. വെറും വാക്കാണെന്ന്. നിന്റെ കുടുംബത്തെ തകർക്കും. വെറും വാക്കാ. കാര്യം എന്തെന്നറിയാമോ? ന്യായവിധി വിചാരിച്ചാൽ എനിക്ക് ആരുടെ അവധി നിശ്ചയിക്കുന്നേ? എന്നെ എന്റെ അപ്പൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ. ബൈബിളൊരു വാക്യമുണ്ട് കേട്ടോ. അബ്രഹാമിനോടുള്ള ദൂതുണ്ട്. സ്തോത്രം. ദൈവം അനുഗ്രഹിച്ചതിനെ ശപിക്കാനൊക്കത്തില്ല. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിന്നെ ശപിക്കുന്നവൻ ശപിക്കുന്നവനാകും. അത് ദൈവം തന്റെ ജനത്തിന് കൊടുത്തൊരു അവകാശമാണ്. അതുകൊണ്ട് എന്നെ നോക്കി ഒരാൾ ശപിച്ചാൽ എനിക്കൊന്നും തോന്നത്തില്ല. നിന്റെ കാര്യം പോക്കാ. മനസ്സിലായില്ല? ആമേൻ. നിന്നെ നോക്കി ആരെങ്കിലും ശപിച്ചെങ്കിൽ ഫെലിക്സേ, നിന്റെ കാര്യം പോക്കടാ. ആമേൻ. എനിക്ക് അവധി നിശ്ചയിക്കാൻ നീ ആർ. ഓ, എന്റെ ദർശനത്തിന് അവധി നിശ്ചയിക്കാൻ നീ ആർ. എന്റെ വിടുതലിന് അവധി നിശ്ചയിക്കാൻ നീ ആർ. കാരണം എനിക്ക് അവധി നിശ്ചയിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജയമടിക്കുക. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ കാണുകയാണ് കേട്ടോ. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി 24-27 എന്ന് വായിക്കുവോ? അപ്പോസ്തലപ്രവൃത്തി 24-27. അപ്പോസ്തലപ്രവൃത്തി 24-27. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫെലിക്സിന് പിൻവഴിയായി പെർക്കേസ് ഫെസോസ്തോസ് വന്നപ്പോൾ ഫെലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൗലോസിനെ തടവുകാരനായി വിട്ടേച്ചു പോയി. എന്നാ വിട്ടേച്ചു പോയി. ആമേൻ. ഈ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ സുവിശേഷ വില ചെയ്യാൻ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ സൂം മീറ്റിംഗ് തുടങ്ങാൻ? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ വചനം പ്രസംഗിക്കാൻ? ചില ചോദിക്കാറുണ്ട്, വല്ല ആവശ്യമുണ്ട് ഈ മീറ്റിങ്ങിന് വന്ന് സമയം കളയാൻ? വല്ല സിനിമയും കണ്ട് ക്രിക്കറ്റും കണ്ടൊക്കെ അങ്ങനെ പോരായിരുന്നോ? സ്തോത്രം. വിട്ടേച്ചു പോകുക എല്ലാവരും. എപ്പോഴാണോ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് എല്ലാവരും വിട്ടേച്ചു പോകുക. പൗലോസ് പറയുകയാണ്, സ്തോത്രം, ആദ്യത്തെ അവന് സൂക്ഷ്മമായ അവധി ഉണ്ടായിട്ടും അവധിക്ക് വെച്ചിട്ടും പലപ്പോഴും നമ്മൾക്ക്
കിട്ടാൻ യോഗ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നമുക്ക് ചിലരൊന്നും ചെയ്തു തരത്തില്ലല്ലേ? മനസ്സിലായില്ല? പാനപാത്രവാഹകനോട് ജോസഫ് പറഞ്ഞു, നിന്നോട് ഞാൻ കറക്റ്റ് ദൂത് പറഞ്ഞില്ലടാ, അതുകൊണ്ട് നീ പോയി എന്നെ ഓർക്കണം. അവനങ്ങ് മറന്നു കളഞ്ഞു. ചിലരൊക്കെ മറക്കുന്നത് എന്തിനാണെന്നറിയാവോ? അന്ന് ജോസഫിനെ പാനപാത്രവാഹകൻ വെളിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ സ്ഥലത്തെ ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട് ജോലി കിട്ടിയ ജോസഫിന്. മനസ്സിലായില്ല? വെറും സെക്യൂരിറ്റിക്കാരനായി പുള്ളി ഇരുന്നേനെ. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ചിലത് മറക്കുന്നത് നല്ലതിനാ. നിന്നെ വിട്ടേച്ച് പോകുന്നത് എന്തിനാണെന്നറിയാവോ? മനസ്സിലായില്ല? നിന്നെ വിട്ടേച്ച് പോകുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ചിലർ ചോദിക്കുന്നു, സ്തോത്രം, എന്റെ തടവറയിൽ നിന്ന് എന്ന് ഞാൻ മോചിതനാകും? ഈ കുടുംബ പ്രശ്നത്തിൽ നിന്ന് എന്ന് ഞാൻ വെളിയിൽ വരും? നിന്നെ വിട്ടേച്ച് പോകുന്നത്, നിന്നെ വിളിച്ചിരിക്കുന്നത് വെറും ഒരു സെക്യൂരിറ്റി പണിക്കോ, ഏതൊരു ഡ്രൈവർ ജോലിക്കോ, ഏതോ ഒരു തൂക്കൽ ജോലിക്കോ അല്ല. പിന്നെയോ, നിനക്കുള്ള വിളി വ്യത്യസ്തമാ. ഞാൻ രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവും. എന്റെ മേൽ വിളിക്കപ്പെട്ട വിളി വലുതാ. സ്തോത്രം, യേശുവിൻ നാമത്തിൽ ജയമടിക്കുകയാണ്. നിന്നെ അവർ വിട്ടേച്ച് പോയതല്ലടാ, ദൈവം നിന്നെ അവിടെ ആക്കിയതാ. എത്ര പേർക്ക് ഇത് കത്തുമ്പോൾ നിന്റെ മുഖം സന്തോഷത്തെന്നറിയും. നിന്നെ വിട്ടേച്ച് പോയെന്ന് കരഞ്ഞ് ചിലർ സാക്ഷ്യം പറയാറുണ്ട്. സഭയ്ക്കകത്ത് കയറി കണ്ണുനീർ എന്നു മാറുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടൊക്കെ പാടി സഭയിൽ സാക്ഷ്യം പറയും. എന്നിട്ട് പറയും, സ്തോത്രം, കഴിഞ്ഞ ആഴ്ച ഭയങ്കര നടുവേദനയായിരുന്നു, തലവേദന ഭയങ്കരമായിരുന്നു. എന്റെ പൊന്നെ, ഒന്ന് നിർത്ത്. നിന്നെ വിട്ടേച്ച് പോയതല്ല, നിന്നെ ദൈവം അവിടെ നിർത്തിയതാ. കാരണം അതിൻ്റെ അകത്തൊരു തീ കത്തിക്കാൻ സമയമായി. നീ പോകുന്ന സ്ഥലത്ത് എല്ലാവർക്കും പോകാൻ ഒക്കത്തില്ല പൗലോസേ. അവരൊക്കെ വിശ്വാസം വിട്ടേച്ചു പോകും. ചിലതൊക്കെ കോൺഫിഡന്റ് നഷ്ടപ്പെട്ട് മരിച്ചു കളയും. പക്ഷെ നിനക്ക് അവിടെ നിൽക്കാമെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ മേലെ ദൈവത്തിനൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ, കർത്താവോ എനിക്ക് തുണ വന്നു. സ്തോത്രം, പ്രസംഗം എന്നെ കൊണ്ട് നിവൃത്തീകരിച്ചു, സകല ജാതികളും കേട്ടു. അങ്ങനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നീ ആയിരിക്കുന്ന മേഖലകളിൽ നീ കുടുങ്ങുകയല്ല കേട്ടോ, നീ അവിടെ കത്താൻ പോകുക. സ്തോത്രം, തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോ പൗലോസ് പറയുക, അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. എന്നെ അവിടെ നിന്നും ദൈവം എന്താ ചെയ്തെന്നറിയാമോ? എന്റെ പ്രസംഗത്തെ നിവൃത്തീകരിച്ചു. എന്ന് വെച്ചാൽ എന്നെ അവിടെ ആക്കിയത് ചിലത് കത്തിക്കാനാ. നിന്നെ അവിടെ ഇവിടെ ആക്കിയത് എന്തിനാണെന്നറിയാമോ? കത്തിക്കാനാ. ചിലത് പറയാറുണ്ട്, അമേരിക്ക പോയാൽ രക്ഷപ്പെടത്തില്ലെന്ന്. ചുമ്മാതാ. ചിലർ പറയും കാനഡയിൽ പോയാൽ രക്ഷപ്പെടത്തില്ല. എന്റെ പൊന്നെ, നീ എവിടെയുണ്ടോ അവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുക. നീ അമേരിക്ക പോകണമെങ്കിൽ അമേരിക്ക ദൈവം കൊണ്ടുപോകും, അത് വേറെ കാര്യം. പക്ഷെ നീ കൊട്ടാരക്കരയിലാണോ, നീ ട്രിവേൻഡ്രത്താണോ, നീ കേരളത്തിലെ ഏതെങ്കിലും സ്റ്റേറ്റിലാണോ, അവിടെ നിന്റെ കൃഷിയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. അവിടെ ദൈവം നിന്റെ പ്രസംഗത്തെ നിവർത്തിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. ഇല്ല എന്ന് നീ പറയണ്ട. നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കാൻ പോകുക. യേശുവിൻ നാമത്തിൽ. കൃപയുള്ളവൻ ആഫ്രിക്കയിൽ പോയാൽ അവനത് അമേരിക്ക പോലെയാ. കൃപയില്ലാത്തവൻ അമേരിക്ക പോയാൽ അവന് നരകം പോലെയാ. അഭിഷേകമുള്ളവൻ എവിടെ പോയാലും അവന്റെ കൂടെ ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവിടെ തടവര ഒരു പ്രശ്നമല്ല, ക്യാൻസർ സെന്റർ ഒരു പ്രശ്നമല്ല. സ്തോത്രം, ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധി അവനൊരു വിഷയമല്ല. അതിന്റെ അകത്ത് അവൻ ചിലത് നിവർത്തിക്കും. യേശുവിൻ നാമത്തിൽ ജയമടിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, എന്നെ ആര് കൈവിട്ടതൊന്നും എനിക്ക് വിഷയമല്ലെന്നേ. എന്റെ അകത്തൊരു തീ കത്തുകയാ. അതെന്താണെന്നറിയാമോ? ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ മഹത്വപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഇനി നമുക്കൊരു ചോദ്യം ചോദിക്കാം. പൗലോസേ, ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അങ്ങ് എന്തെങ്കിലും പഠിച്ചോ? ആമേൻ. പൗലോസ് പഠിച്ച 1-2 കാര്യങ്ങൾ ഞാനും പഠിച്ചു കേട്ടോ. ആ കാര്യം ഞാൻ പറയാം. നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം. ഫിലമോന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കാവോ? ഫിലമോന്റെ ലേഖനം 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യം ഒന്ന് വായിക്കാവോ? ഫിലമോൻ 1:18-19. ഷബാര വൈഡാരാജ ദൽക്കമാന ശംദല വൈഡാരാജ. വല്ലതും ചെയ്തിട്ടുണ്ടോ, കടപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ
അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു. ഞാൻ തന്നു തീർക്കാം, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. പരിശുദ്ധന്മാവനോട് സംസാരിച്ച ഒരു കാര്യം ഞാൻ പറയാം. പൗലോസെ, അങ്ങ് പറഞ്ഞില്ലയോ, സ്തോത്രം, എന്നാ പറഞ്ഞത്? ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിനക്ക് തെളിയിക്കാൻ ഒക്കത്തില്ലെന്ന്. ഇതിൽ കൂടെ പൗലോസ് എന്നാ പഠിച്ചെന്നറിയാമോ? പൗലോസ് ഫിലമോന് ഈ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു, അവൻ നിന്നോട് വല്ല അന്യായവും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ പേര് കണക്കിട്ട് കൊടുക്കുക. പൗലോസ് ഒരു അന്യായത്തിൽ കൂടെ കടന്നുപോയതാ. മനസ്സിലായില്ല? പൗലോസ് ഒരു അന്യായത്തിൽ കൂടെ കടന്നുപോയതാ. അതുകൊണ്ട് പൗലോസ് പറയുക, അവന്റെ അന്യായം ഞാൻ ഏറ്റെടുക്കുക. ഓ, ഇതെന്നെ കത്തിച്ചു കേട്ടോ, സ്തോത്രം. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഒരുത്തൻ അന്യായം ചെയ്ത, പിന്നെ ഒരിക്കലും അവൻ ഭൂമിയിൽ ആരോടും അന്യായം ചെയ്യത്തില്ല. അവനുള്ള പണി ഞാൻ കൊടുക്കും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് നമ്മൾ അവർ വെറുതെ വിടുവോ? പക്ഷെ പൗലോസ് പറയുക, സ്തോത്രം, അവന്റെ ജീവിതത്തിൽ തടവറയ്ക്കകത്ത് അന്യായം അവൻ പ്രാപിച്ചത് കൊണ്ട് ഒരു വെളിപ്പാട് പ്രാപിച്ചു. സ്തോത്രം, ഞാൻ ഇനി അന്യായം ചെയ്യത്തില്ല, കൂടാതെ മറ്റുള്ളവന്റെ അന്യായക്കെട്ട് ഞാൻ പൊട്ടിക്കും. മനസ്സിലായില്ല? സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ഫിലമോന്റെ ഭവനത്തിന്റെ അകത്ത് വെളിപ്പെട്ട അന്യായങ്ങൾ നിന്നെ ദൈവം വിളിച്ചത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ചിലതിന് അന്യായ ബന്ധനങ്ങൾ അഴിപ്പാനാ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ വചനത്തിൽ കൂടെ പറഞ്ഞത്, അന്യായ ബന്ധനങ്ങൾ അഴിപ്പാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുക. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. പൗലോസേ, അങ്ങ് സ്തോത്രം അകത്തളങ്ങളിൽ പെട്ട അന്യായ കെട്ടുകൾക്കകത്തു നിന്നും അങ്ങ് എന്നാ പഠിച്ചു? പൗലോസ് പറഞ്ഞു, സ്തോത്രം, ചിലതിന്റെ അന്യായ കെട്ടുകൾ അഴിക്കാൻ പഠിച്ചു. ദൈവാത്മാവ് ദൂത് പറയുക, നിനക്ക് ചിലത് അഴിക്കാൻ ദൈവം അധികാരം തരാൻ പോകുക. ഓ സ്തോത്രം, നീ തൊടുന്ന ചിലത് അഴിഞ്ഞു മാറും. കാര്യം എന്തെന്നറിയാമോ? അകത്തളങ്ങളിൽ ചിലതെല്ലാം നിന്നെ ദൈവം പഠിപ്പിച്ചിരിക്കുക. അകത്തളങ്ങൾ നീ ചിലതെല്ലാം ഏറ്റെടുത്തിരിക്കുക. പരിശുദ്ധമോ ദൂത് പറയും ചിലതിനോട്, നിന്റെ ജീവിതത്തിന്റെ അകത്ത് കുടുംബ പ്രശ്നത്തിന് നടുവിൽ, ജോലി പ്രശ്നത്തിന് നടുവിൽ നീ വെളിയിൽ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നീ പോകുമ്പോൾ തന്നെ മാറിപ്പോകും. യേശുവിൻ നാമത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. രോഗത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, സ്തോത്രം, ഒരു രോഗിയെ കാണുമ്പോൾ ഒരു കമ്പേഷൻ ഉണ്ടാകും അല്ലേ? പെട്ടെന്ന് അങ്ങ് പ്രാർത്ഥിക്കും. ഒരു കടഭാരത്തിൽ നിന്ന് വെളിയിൽ വന്ന വ്യക്തിക്ക്, കടഭാരത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു കമ്പേഷൻ ഉണ്ടാകത്തില്ലേ? പൗലോസ് പറയുക, ഞാൻ ഒരുപാട് അന്യായം സഹിച്ചത് കൊണ്ട് അന്യായം അനുഭവിക്കുന്നതാണ് കണ്ട, അത് ഞാൻ ഏറ്റെടുക്കും. കാര്യം എന്തെന്നറിയാമോ? അവൻ എന്തെങ്കിലും അന്യായം കടംപെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്തുകൊള്ളാം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന് കത്തുന്നു? ഇന്ന് പകർക്കൽ ദൈവം നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് പോരായ്മയാ. എന്നിട്ട് നിങ്ങൾ അന്യായം സഹിക്കണമെന്ന്. ഓ, ഇതൊക്കെ വചനത്തിൽ ആഴമാകട്ടോ. പൗലോസെ, നീ എങ്ങനെയൊക്കെ, പൗലോസ് അങ്ങ് എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? പൗലോസ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ കേട്ടത്, സ്തോത്രം, നിങ്ങൾ തമ്മിൽ അന്യായം ക്ഷമിക്കണം എന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ബീന അജയ് സിസ്റ്ററോട് എനിക്ക് എന്തെങ്കിലും ഒരു അന്യായം നേരിട്ടാൽ, സിസ്റ്റർക്ക് എന്നോടൊരു അന്യായം നമ്മൾ ക്ഷമിക്കണമെന്ന് പൗലോസ് പറയുക. നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യരുത്. ഓ സ്തോത്രം, ഭയങ്കര ഒരു വെളിപ്പാടാ. ചില സഭകളെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ, ചില സ്തോത്രം, ചില സംഘടനകൾ ഞങ്ങൾ പ്രവചിക്കട്ടെ, അന്യായങ്ങൾ ചെയ്യാതിരിപ്പാൻ ദൈവം ചിലർ അഭിഷേകം ചെയ്യുക. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഇത് പ്രസംഗിച്ച് തീർക്കാനൊക്കത്തില്ലേ കേട്ടോ. എൻ്റെ കൈ ദൈവാത്മാവെന്ന ആഴമേറിയ ദൂതാണ്. സ്തോത്രം. എന്നിട്ട് പൗലോസ് അടുത്തൊരു പദം പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. പൗലോസ് ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, എന്നാന്നറിയാമോ? ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ മാറത്തില്ല. സ്തോത്രം, ഞാൻ വായിപ്പിക്കുന്നില്ല കേട്ടോ. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ വെളിപ്പാട് എവിടുന്ന് കിട്ടി പൗലോസേ? ഓ, പത്രോസിന് ഇത്രയും വെളിപ്പാടില്ലായിരുന്നല്ലോ, മത്തായിക്ക് വെളിപ്പാടില്ലായിരുന്നല്ലോ, മർക്കോസിന് വെളിപ്പാടില്ലായിരുന്നല്ലോ, അങ്ങേക്ക് എന്താ ഈ വെളിപ്പാട്? പൗലോസ് പറയും, അവരൊന്നും ജയിലിൽ കിടന്നിട്ടില്ല. ഓ സ്തോത്രം, അതിന്റെ അകത്തു നിന്ന് ഞാൻ ആരാധിക്കാൻ പഠിച്ചത്. ചിലതിന്റെ ആരാധന കണ്ടാൽ അറിയാം, ബുദ്ധിയുള്ള ആരാധനയാ. ഓ സ്തോത്രം, ബുദ്ധിയുള്ള ആരാധനയാ. പൗലോസെ, അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടിയ ആരാധന? പൗലോസ് പറഞ്ഞു, ഞാൻ ഫെലിക്സിനെ വെല്ലുവിളിച്ചതാ, എന്റെ ആരാധന നിർത്തത്തില്ലെന്ന്. അന്ന് എന്റെ അകത്തൊരു അഭിഷേകം കത്തിയതാ. ഓ സ്തോത്രം, പൗലോസ്
പൗലോസ് എഴുതി, ബുദ്ധിയുള്ള ആരാധന, അതിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു അപ്പോസ്തലൻ ഇന്നില്ല. അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവാചകൻ ഇന്നില്ല. കാര്യം എന്തെന്നറിയാമോ? സ്തോത്രം. കാര്യം അതിന്റെ ആഴം അത്ര വലുതാ. പരിശുദ്ധം പറയുന്നു, നീ പോകുന്ന ദുഃഖത്തിന്റെ ആഴം വലുതാണെങ്കിൽ നീ പോകുന്ന വെളിപ്പാടിന്റെ ആഴം വലുതായിരിക്കും. ചിലരുടെ പരിശുദ്ധമോ ദൂത് പറയുക. സ്തോത്ര. സിനിമോൾ എന്ന് പറയുന്ന സിസ്റ്ററോട് പരിശുദ്ധമോ പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില ആരാധന വെളിപ്പെടാൻ പോകുക. യേശുവിൻ നാമത്തിൽ ചില ആരാധന മണ്ഡലങ്ങൾ വെളിപ്പെടാതെ കിടക്കുന്ന മേഖലകളിൽ പരിശുദ്ധമോ ചില ആരാധന വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, സ്തോത്രം, പരിശുദ്ധമോ കാണിക്കുക, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ഒരു വലിയ കൂട്ടം നിങ്ങളോട് ചേർന്ന് നിൽക്കുക. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ പരിശുദ്ധമോ പറയുന്നു, ഒരു ആരാധന നിങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. സ്തോത്രം. ഉടരാ ഹസ്തരാ ജഗൽഖമാന. മിരിയാം തപ്പെടുത്ത് ആരാധിച്ചു. മിരിയാം തപ്പെടുത്ത് ആരാധിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? തന്റെ സഹോദരൻ, സ്തോത്രം, നൈൽ നദിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, മരണത്തിന് വിടുവിക്കപ്പെട്ടു. കൂടാതെ ഇസ്രായേൽ ജനം ചെങ്കടലിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. രണ്ട് വിടുതൽ ഒരുമിച്ച് കണ്ടപ്പോൾ മിരിയാം ആരാധിച്ചു. പരിശുദ്ധമായിരുന്നു, നിങ്ങൾ അങ്ങനെ ചില ആരാധന മണ്ഡലങ്ങൾ വെളിപ്പെടാൻ പോകുക. ഈ വചനം പറയുമ്പോൾ പരിശുദ്ധം എന്നോട് പറയാൻ പറഞ്ഞു, എന്തോ ചില നിങ്ങളുടെ കുടുംബ മേഖലകൾക്കകത്ത് ചില ആരാധനയുടെ ആഴങ്ങൾ വെളിപ്പെടുന്നത് പോലെ ചില വിടുതലകളോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. ഷമാന ഹസ്തര റഗൽഖമാന അജാദൽഖമാന. ചില നഷ്ടപ്പെട്ടു പോയ വ്യക്തികളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വർഷങ്ങളും എല്ലാം ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ ചില സർപ്പത്തെയും അണലെയും ചവിട്ടാൻ പോകുക. ചില മണ്ഡലങ്ങളിൽ നിങ്ങൾ ജയിച്ചു കയറുമെന്ന് പരിശുദ്ധ പറയാൻ പറയുന്നു. ഷമന റഗൽഖമാന. ദേവന്മാർ ഒരു വെളിപ്പാട് കാണിക്കുന്നു. സ്തോത്രം. ഒരു പ്രത്യേക ഒരു ചെടിയിൽ നിന്നും ഒരു പൂവ്, സ്തോത്രം, അത് വിരിഞ്ഞിട്ടില്ല, പക്ഷേ അത് മൊട്ടിട്ട് അത് വിരിയുന്ന സമയം എന്ന പോലെ അതിന്റെ ഒരു എൻഡ് ടൈം, അതിന്റെ കറക്റ്റ് ടൈമിലോട്ട് നിങ്ങൾ വന്നിരിക്കുക. പരിശുദ്ധമായ ദിവസങ്ങൾ ദൂതേറ്റെടുത്തോ. ദൈവിക വെളിപ്പാടുകളും ആരാധനകളും നിങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. താഴോട്ടേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, എന്താന്ന് വെച്ചാൽ പൗലോസ് പറയുകയാണ്, സ്തോത്രം, ആ കാര്യം നമുക്ക് വിടാൻ കേട്ടോ. നമുക്ക് അടുത്ത നമ്മുടെ സമയം തീരാറായി. ഏകദേശം ഇനി 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് താഴോട്ട് വരിക. എന്നിട്ട് പൗലോസ് പറഞ്ഞൊരു പദം നമുക്ക് വായിക്കണം. നമ്മൾ നേരത്തെ ആദ്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം 16-ാം വാക്യം വായിക്കാവോ? അപ്പോസ്തല പ്രവൃത്തി 24:16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ ഫെലിക്സിനോട് പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മുടെ ചില സ്ഥലങ്ങൾ ചിലത് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. എനിക്ക് നല്ല മനസാക്ഷിയാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. സ്തോത്രം. ആരും കേൾക്കത്തില്ല. എന്നാൽ അന്ന് പറഞ്ഞ പദം അന്തരീക്ഷത്തിൽ കിടന്നു എന്ന് വെച്ചാൽ ആരും കേട്ടില്ല, ഒരു കോടതിയും കേട്ടില്ല. പക്ഷെ താഴോട്ട് പറയുമ്പോൾ, സ്തോത്രം, പൗലോസ് പറയുകയാണ്, എന്നാ പറഞ്ഞിരിക്കുന്ന പദം എന്താണെന്നറിയാമോ? നല്ല മനസാക്ഷിയെ കുറിച്ച് പറഞ്ഞതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നിന്നെ അംഗീകരിക്കാത്തവർ നാളെ അംഗീകരിക്കാൻ പോകുക. ഇന്ന് നിന്റെ മനസാക്ഷി അംഗീകരിക്കാത്തവർ, ഇന്ന് നിന്റെ നല്ല നടപ്പിനെ ചോദ്യം ചെയ്യുന്നവർ നാളെ നിന്നെ അംഗീകരിക്കുമെന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പൗലോസ് പറയുകയാണ്, എന്താണെന്നറിയാമോ? 1 തിമോത്തിയോസ് 1:18 വാക്യം, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആത്മ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ നല്ല വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യാൻ. ഞാൻ ചോദിച്ചോട്ടെ, സ്തോത്രം, ഏതെങ്കിലും ഒരു ദൈവദാസന് ഒരു ആത്മിക സന്തതിയോട് നല്ല മനസാക്ഷിയെ കുറിച്ച് പറയാൻ ഒക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല മനസാക്ഷിയുള്ള വ്യക്തിയായിരിക്കും. പൗലോസ് പറയുകയാണ്, സ്തോത്രം, അന്ന് ഫെലിക്സിനോട് പറഞ്ഞത് അന്തരീക്ഷത്തിൽ കടന്നു. തിമോത്തിയോസിനോട് പറഞ്ഞു, മോനെ, ഞാൻ തോറ്റിട്ടില്ലടാ. നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നവൻ തോക്കത്തില്ല. മനസ്സിലായില്ല? നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നവനെ തോപ്പിക്കാൻ ഒക്കത്തില്ല. പൗലോസ് പറഞ്ഞു, ഫെലിക്സ് അംഗീകരിച്ചില്ലെങ്കിലും എന്നെ എന്റെ ദൈവം അംഗീകരിച്ചടാ. അതുകൊണ്ട് ഞാനിത് നിന്നെ ഇമ്പാർട്ട് ചെയ്യുക, എന്റെ അഭിഷേകം നിന്റെ മേൽ കൈമാറുക. നീ അടുത്ത നല്ല മനസാക്ഷി സൂക്ഷിപ്പുകാരനായി. ദൈവാത്മാവ് ദൂത് പറയുക, ചിലതിന്റെ എല്ലാം ജീവിതത്തിൽ ഇമ്പാർട്ടേഷൻ നടക്കാൻ പോകുക. തിമോത്തിയോസേ, നിന്റെ മേലൊരു നല്ല മനസാക്ഷി ഞാൻ പകരുക. യേശുവിൻ നാമത്തിൽ പൗലോസ് പറയുന്നു, നല്ല മനസാക്ഷിയുള്ളവനായി അവയെ അനുസരിക്കണം. എന്നിട്ട് പൗലോസ് അടുത്ത് പറയുക, 19-ാം വാക്യം, ചിലർ
നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവിടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അങ്ങനെ തടവറയ്ക്കകത്ത് പോയ പലതിന്റെയും കപ്പൽ തകർന്നു, പലതിന്റെ ജീവിതം തകർന്നു, പലതും ദുർമരണങ്ങൾക്കിടയായി തീർന്നു. പക്ഷെ ഞാൻ തകർന്നില്ലടാ. നല്ല കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കയാ. പൗലോ ദൈവാത്മാവ് ദൂത് പറയുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നവനാണോ? നല്ല പ്രാർത്ഥന സൂക്ഷിക്കുന്ന വ്യക്തിയാണോ? ഉപവാസിക്കുന്ന വ്യക്തിയാണോ? പരിശുദ്ധാത്മാവ് നീ തകരത്തില്ല. ഓ സ്തോത്രം. പലര് തകർന്നാൽ നീ തകരത്തില്ല. നിന്റെ വിശ്വാസ കപ്പൽ കുതിക്കാൻ പോകുക. ഓ ഉടാമന ശബ്ദല അറകൽക്കമാന, നിന്റെ വിശ്വാസ കപ്പൽ കുതിക്കും കേട്ടോ. കാര്യം എന്തെന്നറിയാമോ? നിന്റെ അകത്തളങ്ങളിൽ തീ കത്തുകയാ. നോഹയുടെ പെട്ടകത്തെ മുക്കാൻ ഒരു വെള്ളത്തിന് പറ്റിയില്ലെന്ന്. കാരണം എന്തെന്നറിയാമോ? അവന്റെ കപ്പൽ പൊങ്ങാൻ സമയമായി. ഓ സ്തോത്രം. അവന്റെ കപ്പൽ പൊങ്ങാൻ, നിന്റെ കപ്പൽ പൊങ്ങാൻ സമയമായി. കാരണം നല്ല മനസാക്ഷി ദൈവത്തോട് സൂക്ഷിക്കുന്നവനെ നിന്റെ കപ്പൽ അരാരത്തിൽ ഉറക്കാൻ പോകുക. ഓ സ്തോത്രമൊക്കെ ദൈവാത്മാവ് ഇടപെടുന്ന കാര്യം കേട്ടോ. പലതിനെയും കടൽ മുക്കിക്കൊന്നപ്പോൾ, ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയപ്പോൾ, സ്തോത്രം, അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ, ആരാരത്തിന്റെ മുകളിൽ നോഹ ഉറച്ചെങ്കിൽ ദൈവാത്മാവ് ദൂത് പറയുക, ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോകുന്നു. ഉടാറകൽക്കമാന. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് മിനി സണ്ണി എന്ന് പറയുന്ന ആ പ്രിയ സിസ്റ്ററോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില അരാരത്തിന്റെ പർവ്വതങ്ങൾ നിങ്ങളുടെ സമയത്തിലോ നിങ്ങൾ കടന്നു വരിക. സ്തോത്രം. ഓ സ്തോത്രം. നിങ്ങളുടെ ചില മുങ്ങിപ്പോയിരിക്കുന്ന വർഷങ്ങളും, ഓ നിങ്ങളുടെ ജീവിതത്തിലെ ചില മണ്ഡലങ്ങളിലെല്ലാം ദൈവാത്മ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. ഉഷാമന. UK എന്നൊരു രാജ്യം ദൈവാത്മാവിനെ കാണും. UK ഈ ദിവസങ്ങൾ ദൈവാത്മാവ് ചില മണ്ഡലങ്ങളിലെല്ലാം നിങ്ങളെ ഉറപ്പിക്കുമെന്ന് പരിശുദ്ധമ പറയുക. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചിലതിനെല്ലാം ഭാവി സംബന്ധമായിരിക്കുന്ന മേഖലകളിൽ ചില റിലേഷൻഷിപ്പുകൾ മുഖാന്തരം, ചില ബന്ധങ്ങൾ നിമിത്തം, ചില കണക്ഷനുകൾ നിമിത്തം പരിശുദ്ധമ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. അതരാ വൈഷമന അറകൽക്കമ. ദൈവാത്മാവിനോട് വെളിപ്പാട് കാണിക്കുന്നു കേട്ടോ. ദൈവം സ്തോത്രം ചില പേപ്പറുകൾ, ചില പുസ്തകങ്ങൾ ഓപ്പൺ ആക്കുന്നത് പോലെ, സ്തോത്രം. ഓ സ്തോത്രം. ഒരു പ്രത്യേക പേജ് 62 എന്നൊരു സംഖ്യ ദൈവന്മാരെ കാണിക്കുന്നു. 62. ഉടാ അറകൽക്കമാന സംദല അറകൽക്കമാന. ചില സംഭവങ്ങളൊക്കെ പേപ്പർ ഓപ്പണായി വരുന്നത് പോലെ പരിശുദ്ധമ നിങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ, ചില നമ്പേഴ്സ് ചിലതിൽ കറക്റ്റായി വരാൻ പോകുക. യേശുവിൻ നാമത്തിൽ ദൈവാത്മാ ദിവസങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ മാറ്റാൻ പോകുക. അഡാമന അറകൽക്കമാന. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിന്റെ ദൂതേറ്റെടുത്തോ. ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, ഫെലിക്സേ, നീ വിചാരിച്ചാൽ ഞാൻ എൻ്റെ ആരാധന നിർത്തത്തില്ല. കാര്യം എന്തെന്നറിയാമോ? ഞാൻ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന എൻ്റെ ദൈവം, നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം നാളെ എൻ്റെ ജീവിതത്തിൽ ചില അവധികൾ തീർക്കാൻ പോകുക. നമ്മൾ എവിടെ തുടങ്ങിയെന്നറിയാമോ? അവധി. ഓ സ്തോത്രം. എൻ്റെ അവധി തീരാൻ സമയമായി. സ്തോത്രം. എന്നിട്ട് പൗലോസ് പറയുന്നു, 1 തിമോഥെയോസ് 3:9 പറയുന്നു, അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരാ. എന്നോ വാക്കാന്നറിയാമോ? ഇങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാൽ നോക്കും. എന്നാൽ സ്തോത്രം, അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ. എൻ്റെ മനസാക്ഷിക്കകത്ത് എന്നാ ഉണ്ടെന്നറിയാമോ? വിശ്വാസത്തിന്റെ മർമ്മമുണ്ട്. എന്നാ വിശ്വാസത്തിന്റെ മർമ്മം? വിശ്വാസത്തിന്റെ മർമ്മം അറിയണമെങ്കിൽ യേശുവിനോട് ചോദിക്കാം. ലാസറിന്റെ കല്ലറയുടെ മുന്നേ പോയേച്ച്, യേശുവേ, 3 ദിവസം നാറ്റം വെച്ചവൻ എങ്ങനെ വെളി വരും? യേശു പറഞ്ഞു, എടാ, നീ അറിയാത്തൊരു മർമ്മം എൻ്റെ വിശ്വാസത്തിന്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഉടരാ ശബ്ദല അരകൽക്കമാന. നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു മർമ്മമുണ്ട്, വിശ്വാസത്തിന്റെ മർമ്മം. അത് നിന്റെ ശുദ്ധ മനസാക്ഷിക്കകത്തോട്ടങ്ങ് കയറുമ്പോൾ, ഓ യേശുവിൻ നാമത്തിൽ ഒരിക്കലും തുറക്കപ്പെടാത്ത കല്ലറ തുറക്കപ്പെടും. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്ന് യേശുവിൻ നാമത്തിൽ. എത്ര കൂനിയും നിവരും, എത്ര വരണ്ട കൈയും സൗഖ്യമാകും, എത്ര മരിച്ചവൻ ഉയർക്കും. യേശുവിൻ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന മണ്ഡലങ്ങൾ വിശ്വാസത്തിന് മർമ്മമുള്ള ദൈവത്തിന്റെ വൈതലേ നിന്നിൽ കൂടെ നടക്കാൻ പോകുക. നമുക്ക് ശിംശോനോട് ചോദിക്കാം, ശിംശോനെ, ഒരു പട്ടണത്തിന്റെ വാതിൽ എങ്ങനെ പിടിച്ചു ഉയർത്തി? ശിംശോൻ പറഞ്ഞു, എൻ്റെ അകത്ത് അഭിഷേകത്തിന്റെ വിശ്വാസത്തിന്റെ മർമ്മമുണ്ട്. എന്നെ പൂട്ടാൻ ഒരു പട്ടണത്തിന് ഒക്കത്തില്ല. പരിശുദ്ധമായ ചില കുടുംബങ്ങളോട് ദൂത് പറയുക. നീ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവാത്മാ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അഷാമന അരകൽക്കമാന. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. അലീന റെജി എന്ന് പറയുന്ന ആ സിസ്റ്ററോട് ദൈവാത്മാ പറയുക, ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചില മണ്ഡലങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു. ഉടരാ ജഗല. നിങ്ങളുടെ തലമുറകളോട് ബന്ധപ്പെട്ട് ചില ഷിഫ്റ്റുകൾ നടക്കാൻ പോകുക.
ഓ സ്തോത്രം, ഈ നിങ്ങളുടെ ജീവിതത്തിൽ 6-ാം മാസം, ഓ സ്തോത്രം, 6-ാം മാസം നിങ്ങൾക്ക് ചില കണക്ഷനുകൾ വരും. സ്തോത്രം, ഉടര ഹസ്തര വൈഡ അറകൽക്കമാന, എന്തോ അതിനോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഒരു പ്രത്യേക ഏജൻസിയോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലോ ചില കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ പോകുക. എനിക്ക് മനസ്സിലാകുന്നില്ല. പരിശുദ്ധമ പറയുന്നു 6-ാം മാസവും ചില ഏജൻസികളുമായിട്ടുള്ള ചില ബന്ധങ്ങളും നിങ്ങൾ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. പരിശുദ്ധമ ചില തലമുറകളോടുള്ള ചില വിഷയങ്ങൾക്കകത്ത് ദൈവം ചില വിടുതലുകൾ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധമാനോട് പറയാൻ പറയുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താഴോട്ട് വരുമ്പോൾ പൗലോസ് പറയുകയാണ് കേട്ടോ. എന്നാ പറയുന്നതെന്ന് അറിയാമോ? സ്തോത്രം, താഴോട്ട് വരുമ്പോൾ പൗലോസ് പറയുക, എന്റെ പ്രസംഗം ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നു. പൗലോസ് പറയുന്നു, ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു മർമ്മം പറയട്ടെ. നമ്മൾ വായിച്ചത് എവിടെയാണെന്നറിയാമോ? സ്തോത്രം, 21-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 24-21. അവിടെ വെച്ച് എന്റെ പക്കൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസെ, അതിൽ നിന്ന് അങ്ങ് എന്ത് പഠിച്ചു? നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 27-ാം വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാവോ? അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇത് എന്നെ കത്തിയപ്പോണ്ടല്ലോ. സ്തോത്രം, ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് അപ്പൊ പൗലോസ് ഇതൊക്കെ എഴുതി ചേർത്തത്? ഓ, പൗലോസ് പറയുകയാണ്, ഫെലിക്സിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് അവരെന്നിൽ വല്ല കുറ്റവും ഉണ്ടെങ്കിൽ പറയട്ടെ എന്ന് വെല്ലുവിളിച്ച പൗലോസെ. പിന്നെ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതി, അയോഗ്യമായി കർത്താവിന്റെ അപ്പമോ പാനപാത്രമോ കുടിക്കുന്നവനല്ല കുറ്റക്കാരനായി തീരും, മറ്റുള്ളവർ കുറ്റക്കാരനാകുമെന്ന് ഇത്ര കോൺഫിഡൻസോടെ പറയുവാൻ പൗലോസ് അങ്ങ് എവിടെ നിന്ന് പഠിച്ചു? പൗലോസ് പറഞ്ഞു, കൊട്ടാരത്തിന്റെ അകത്തു നിന്നും പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചതാ. ഓ, ഇത് നിങ്ങൾ മറക്കരുത് കേട്ടോ. എവിടെ നിന്നാ പൗലോസ് ഇത് പഠിച്ചത്? ഓ, കുറ്റമില്ലാത്തവരെ എന്നെ അന്ത്യത്തോട് ഉറപ്പിക്കുമെന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞു, അയോഗ്യമായി അപ്പം തിന്നാൽ നീ കുറ്റക്കാരനായി തീരുമെന്ന്. ഓ സ്തോത്രം. എന്നിട്ട് പറയുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. എന്നാ മർമ്മമ പൗലോസേ. പൗലോസ് പറഞ്ഞു, എനിക്ക് വരേണ്ട ശിക്ഷാവിധി തട്ടിമാറ്റിയ ദൈവം. ഓ സ്തോത്രം, മനസ്സിലായില്ല? എനിക്ക് വരേണ്ട ശിക്ഷാവിധി തട്ടിമാറ്റിയ ദൈവം തന്റെ സഭകൾക്ക് ഒരു ദൂത് കൊടുക്കുകയാ. അയോഗ്യമായി നീ നടന്നാൽ ശിക്ഷാവിധിയുണ്ട്. ഓ സ്തോത്ര, യേശുവിന്റെ നാമത്തെ ജയമെടുക്കുകയാണ്. ഇത് പ്രസംഗിച്ച തീരത്തില്ല കേട്ടോ. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് എഴുതി, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ഓ സ്തോത്രം, ദൈവം തിരഞ്ഞെടുത്തവർ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവനാർ? പരിശുദ്ധമോ ചോദിക്കുക. സ്തോത്രം, എന്നെ കുറ്റപ്പെടുത്താൻ, എന്നെ വെല്ലുവിളിപ്പാൻ ആർക്കും ഒക്കത്തില്ല. കാര്യം എന്തെന്നറിയാമോ? എന്നെ കുറ്റത്തിൽ നിന്ന് വെളിക്കൊണ്ടുവന്ന, തടവറയിൽ നിന്ന് വെളിക്കൊണ്ടുവന്ന സർവശക്തനായ ദൈവ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. ഓ സ്തോത്രം, ഞാൻ ഇന്ന് രാത്രികാലം ആഴമേറിയ വചനമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്നെ മറന്നാലും ഈ വചനം മറക്കരുത് കേട്ടോ. ഈ ഓരോ പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അടുത്ത നിലവാരത്തിൽ നിങ്ങൾ വെളിക്കൊണ്ടുവരാൻ പോകുക. ഇന്ന് രാത്രി ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ മീറ്റിങ്ങിനോട് ക്ഷണിച്ച പ്രിയ ബീനാജയ സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മിനിസ്റ്ററുകളെ ദൈവം മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശുശ്രൂഷയിൽ ഞാൻ ഇരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ മാനിക്കട്ടെ.